എത്തിച്ചേർന്നിരിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഈ 3 ദിവസങ്ങളിൽ ഈ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്ത എല്ലാവരോടുമുള്ളതായ പ്രത്യേകമായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. പ്രത്യേകിച്ച് മിഷൻസ് ഇന്ത്യയിലെ പ്രവർത്തിക്കുന്ന മിഷണറിമാരായ സഹോദരങ്ങളുടെ മക്കൾ എന്ന നിലയിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളും ഈ മീറ്റിംഗിൽ പങ്കെടുത്തിരിക്കുന്നു. നിങ്ങൾ എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ 3 ദിവസവും ഈ മീറ്റിംഗിൽ പങ്കെടുക്കുവാൻ നിങ്ങൾ കാണിച്ച താല്പര്യത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ഒരു ലോക്ക്ഡൗൺ സീസണിൽ, ഈ കൊറോണ സീസണിൽ ഒരുപാട് ഓൺലൈൻ പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. ഏപ്രിൽ 1-ാം തീയതിയാണ് നമ്മൾ ആദ്യത്തെ ഓൺലൈൻ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. ലോക്ക്ഡൗൺ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ നമ്മൾ സ്പിരിച്വൽ ഡിസിപ്ലിൻ എന്ന പേരിൽ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം സാൽവേഷൻ സീരീസ്, സ്പിരിച്വൽ ഡിസിപ്ലിനും സാൽവേഷൻ സീരീസും 2 വട്ടം നമ്മൾ എടുത്തു. അതിനുശേഷം എവരി സാറ്റർഡേ ഡാനിയേൽ ആൻഡ് റെവലേഷൻ ബൈബിൾ സ്റ്റഡി എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ 9:30 മണി മുതൽ നടക്കുന്നുണ്ട്. അതുകൂടാതെ എല്ലാ മൺഡേയും വൈകുന്നേരങ്ങളിൽ ഇംഗ്ലീഷ് സ്പീക്കിംഗ് വിമണിന് വേണ്ടി ഒരു ബൈബിൾ സ്റ്റഡി നടക്കുന്നുണ്ട്. എല്ലാ മൺഡേയും രാത്രി 8 മണിക്ക്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിന് താല്പര്യമുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ നിങ്ങളുടെ നമ്പർ ഒന്ന് ഇട്ടാൽ മതി. നിങ്ങളെ കൂടെ ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ ലീഡർഷിപ്പ് പ്രോഗ്രാമിന്റെ 3-ാമത്തെ ദിവസം, അവസാനത്തെ ദിവസം നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ 2 ദിവസം നാം ഡിസ്കസ് ചെയ്യാനായിട്ടിടയായി തീർന്നത് സ്പിരിച്വൽ ഡയമെൻഷൻ ഓഫ് ലീഡർഷിപ്പ് ആൻഡ് റിലേഷണൽ ഡയമെൻഷൻ ഓഫ് ലീഡർഷിപ്പ്. നേതൃത്വം എന്ന നിലയിലാണ് നമ്മൾ ചിന്തിക്കുന്നത്. ലീഡർഷിപ്പ്, വി ആർ ഡിസ്കസിങ് അബൌട്ട് ലീഡർഷിപ്പ്. In the first day we have discussed about leadership is influencing. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഉപ്പ് അതിന്റെ ചുറ്റുമുള്ള വസ്തുക്കളുടെ രുചിയെ സ്വാധീനിക്കുന്നത് പോലെ, വെളിച്ചം ചുറ്റുമുള്ള അന്ധകാരത്തെ മാറ്റി പ്രകാശമയമാക്കുന്നത് പോലെ, നാം ഓരോരുത്തരും ഈ ലോകത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുവാനായിട്ട് ദൈവം വിളിച്ചിരിക്കുന്നു. ലീഡർഷിപ്പ് ഈസ് ഇൻഫ്ലുവൻസിങ്. മാത്രമല്ല, സ്പിരിച്വൽ ഡയമെൻഷൻ ഓഫ് ലീഡർഷിപ്പിന്റെ 4 തലങ്ങളെ കുറിച്ച് നമ്മൾ കണ്ടു. മാൻ ഓഫ് ഫെയ്ത്ത്, മാൻ ഓഫ് വിഷൻസ്, മാൻ ഓഫ് എക്സംപ്ലറി ലൈഫ് നമ്മൾ കാണുവാനായിട്ടിടയായി. ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത് റിലേഷണൽ ഡയമെൻഷൻ ഓഫ് ലീഡർഷിപ്പ് ആണ്. അഥവാ ഒരു ടീമിൽ നമുക്ക് എങ്ങനെ ഒരുമിച്ച് വർക്ക് ചെയ്യാനായിട്ട് കഴിയും എന്നുള്ളത് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്യാനായിട്ട് സാധിച്ചു. ഇന്ന് നാം ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അവസാനത്തെ 2 ഡയമെൻഷൻസ് ആണ്. പ്രൊഫഷണൽ ഡയമെൻഷൻ ആൻഡ് പേഴ്സണൽ ഡയമെൻഷൻ. Actually, we don't have enough time to discuss both these in detail. So I will be little bit rushing through the slides. Okay. But don't worry, you will get an overall idea about all these topics. Okay. First of all, we will start with professional dimension of leadership. What is meant by professional dimension of leadership? നമ്മളെല്ലാവരും ഏതെങ്കിലും ഒരു തരത്തിൽ, ഏതെങ്കിലും ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്നവരാണ്. നമ്മൾ പഠിക്കുന്നവരാണ്, അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവരാണ്. ഒരുപക്ഷെ നമ്മൾ ചർച്ചിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കും, അല്ലെങ്കിൽ ഒരു മിഷണറി ഫാമിലി ആയിട്ട് പോകുന്നവരായിരിക്കും, അല്ലെങ്കിൽ ഒരു മിഷണറി ഫാമിലിയിലെ ഒരു മെമ്പർ ആയിരിക്കും. സോ whenever we start with professional dimension, we have to discuss about quality and development in leadership. I am not talking about quality in leadership, but quality in whatever we do, developing in whatever we do. So quality as a divine factor. നമ്മൾ ബൈബിൾ വായിക്കുന്ന സമയത്ത് we can see that quality as a divine factor. On the first day of creation, what we can see, Genesis 1:31, നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: God saw all that he had made and it was very good. ദൈവം എല്ലാറ്റെയും സൃഷ്ടിച്ചു കഴിഞ്ഞിട്ട് അതിനെ നോക്കിയിട്ട് ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്, നല്ലത്, അത് കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു എന്ന് ദൈവം ഒരിക്കലും പറഞ്ഞില്ല. ദൈവത്തിന്റെ സൃഷ്ടി, ഇറ്റ് വാസ് ദ ബെസ്റ്റ്. നമ്മൾ അതിന്റെ ക്വാളിറ്റിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, ക്വാളിറ്റി ആസ് എ ഡിവൈൻ ഫാക്ടർ. സോ ആസ് ഇവോൾവിംഗ് ലീഡേഴ്സ്, നാം നാളെയുടെ നേതൃത്വത്തിലേക്ക് വരേണ്ടവരാണ്. നാളെ ഈ സമൂഹത്തിൽ വലിയ സ്വാധീനം ചെലുത്തേണ്ടവരാണ്. അങ്ങനെയാണെങ്കിൽ ലീഡേഴ്സ് എന്ന നിലയിൽ ഈ സമൂഹത്തിന് നമുക്ക് കൊടുക്കാൻ കഴിയേണ്ട ഒന്നാമത്തെ ഒരു പ്രൊഫഷണൽ ഡയമെൻഷൻ എന്ന് പറയുന്നത് ക്വാളിറ്റിയാണ്.
മാത്രമല്ല നമ്മള് രക്ഷയുടെ ചരിത്രത്തിൽ ത്രൂ ഔട്ട് ദ സാൽവേഷൻ ഹിസ്റ്ററി we can offer only the best part to God. Only the best part is good enough. ദൈവത്തിന് യാഗം കഴിക്കാനായിട്ട് ദൈവം പറയുന്ന സമയത്ത് അവിടെ പറയുന്നുണ്ട്, നിങ്ങൾ കണ്ണുപൊട്ടിയതിനെയോ മുടന്തുള്ളതിനെയോ ഒന്നും ദൈവത്തിന് യാഗം കഴിക്കരുത്. In Numbers 18:29 we can see that you must present as the Lord's portion the best and holiest part of everything given to you. ഓൾഡ് ടെസ്റ്റ്മെന്റിലാണ് നമ്മളത് വായിക്കുന്നത്. ദൈവത്തിന് മൃഗങ്ങൾ യാഗം കഴിക്കാറുണ്ട്, വയലിൽ നിന്ന് കൃഷി ചെയ്ത് കിട്ടുന്ന ഫലങ്ങൾ യാഗമായിട്ട് സമർപ്പിക്കാറുണ്ട്. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതും യാതൊരു കേടുപാടുകൾ ഇല്ലാത്തതുമായ വസ്തുവകകളാണ്, മൃഗങ്ങളെയാണ് ദൈവത്തിന് യാഗം കഴിക്കുവാനായിട്ട് ദൈവം പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ we have to ensure that the quality in everything. Jesus Christ himself brought life at its best. നമുക്കറിയാം, ദൈവം നമുക്ക് തന്ന ഏറ്റവും ബെസ്റ്റ് ഗിഫ്റ്റ് എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനെ തന്നെയാണ്. യേശുക്രിസ്തുവിനെ തന്നെയാണ് ദൈവം നമുക്ക് തന്ന ഏറ്റവും ബെസ്റ്റ് ഗിഫ്റ്റ്. സ്വർഗത്തിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതിനെ ദൈവം നമുക്ക് തന്നു. അതുകൊണ്ടാണ് ഫസ്റ്റ് കൊരിന്ത്യൻസിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നമുക്ക് ദൈവം തന്ന ദാനം പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ദാനമായതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം, പറഞ്ഞു തീരാത്ത ദാന നിമിത്തം ദൈവത്തിന് സ്തോത്രം. സോ യേശുക്രിസ്തുവിനെ ദൈവം നമുക്ക് വേണ്ടി തന്നെങ്കിൽ, സ്വർഗത്തിലെ ഏറ്റവും ബെസ്റ്റ് നമുക്ക് വേണ്ടി തന്നെങ്കിലും we have to ensure that as leaders we have to provide the best and we should not compromise the quality. Quality as a requirement of postmodern reality. ഈ മുൻപൊക്കെ നമുക്കറിയാം, നമ്മുടെ പള്ളിയിലെ കൺവെൻഷന്റെ ഒക്കെ നോട്ടീസ് ഒക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റിലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളെ പോലെയുള്ള യൂത്ത്സ് ഒന്നും അതിലൊന്നും അത്ര താല്പര്യം കാണിച്ചിരുന്നില്ല. പക്ഷെ ഇപ്പോ നമ്മള് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടല്ല ഒരു നോട്ടീസ് പ്രിന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ബ്രോഷർ പ്രിന്റ് ചെയ്യുന്നത്. വളരെ കളർഫുൾ ആയിട്ടാണ് പ്രിന്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ പിക്ചറിൽ കാണാൻ പറ്റുന്നത് എന്താണ്? നിങ്ങൾക്ക് ഈ പിക്ചറിൽ കാണാൻ പറ്റുന്നത് എന്താണ്? ബിങ്കോ മാഡ് ആംഗിൾസ് ആണ്. ആ പരസ്യം തന്നെ ഇങ്ങനെയാണ്. ആ ആംഗിള് വളരെ കറക്റ്റ് ആണ്. എന്ന് പറഞ്ഞാൽ ഒരു പോസ്റ്റ് മോഡേൺ സൊസൈറ്റിയിൽ ക്വാളിറ്റിക്ക് കൊടുക്കുന്ന ആ ഇമ്പോർട്ടൻസ്, ആ ആംഗിള് വരെ, ഇതെങ്ങനെ ഏത് ഷേപ്പിൽ ഇരുന്നാലും കടിച്ചു കഴിഞ്ഞാൽ ഈ ഷേപ്പ് ഒന്നും ഇല്ലല്ലോ, പക്ഷെ എങ്കിൽ പോലും നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ അത് കഴിക്കാനായിരിക്കും നമ്മൾ കടിച്ച് ചവച്ച് കഴിക്കുന്നതാണ്. ബട്ട് വി എക്സ്പെക്ട് സം ഷേപ്പ്, വി എക്സ്പെക്ട് സം ഷാർപ്നെസ്, അല്ലേ? സോ വി എക്സ്പെക്ട് സം ക്വാളിറ്റി. ഒരു 5 കൊല്ലം മുമ്പ് ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് നമുക്ക് കാണാൻ പോലും ഉണ്ടായിരുന്നില്ല. അതിന്റെ അർത്ഥം നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം അത് ഡിമാൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ നമ്മുടെ പള്ളികളിലൊക്കെ പല സൗണ്ട് സിസ്റ്റങ്ങളും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ലോകത്ത് എവിടെ പോയാലും ഏറ്റവും നല്ല ബെസ്റ്റ് ക്വാളിറ്റിയാണ് ഇന്ന് നമ്മുടെ സൊസൈറ്റി നമുക്ക് തരുന്നത്. പക്ഷെ പലപ്പോഴും എല്ലാ സ്ഥലത്തെയും അല്ല, ചില പള്ളികളിലെങ്കിലും യൗവനക്കാരെ, യൂത്ത്സ് എന്ന നിലയിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടാതെ പോകാൻ സാധ്യതയുള്ള ഒരു കാര്യം, ലോകത്ത് എവിടെ ചെന്നാലും ഏറ്റവും കളർഫുൾ ആയതും ഏറ്റവും ബെസ്റ്റ് ആയതും നമുക്ക് കിട്ടുമ്പോൾ നമ്മുടെ ആത്മീയ സമൂഹങ്ങളിൽ ചെല്ലുമ്പോഴാണ് നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ളത് കിട്ടുന്നത്. സൗണ്ട് പ്രോപ്പർ അല്ലാതെ വരുന്നത്. ഒരു പഴയ മൈക്കായിരിക്കും ഇപ്പോഴും പള്ളിയിൽ ഇരിക്കുന്നത്. നല്ല പാട്ടുകാരായ നിങ്ങളെ പോലെയുള്ളവരൊക്കെ പാടുമ്പോൾ ആ പഴയ മൈക്ക് വെച്ച് പാടുമ്പോൾ ഒരു ഭംഗിയാവാതെ വരികയും ചെയ്യും. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ കാര്യം, ഈ സൊസൈറ്റി നമ്മുടെ മുമ്പിൽ വെക്കുന്നതെല്ലാം ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയാണ്. സോ ആ സ്പിരിച്വൽ ലീഡേഴ്സ് ഓഫ് those who are influencing the society, we have to ensure the quality in everything. Colossians 3:23 ഇങ്ങനെയാണ് പറയുന്നത്, whatever you do, work it with all your heart as working for the Lord, not for human masters. നിങ്ങൾ കർത്താവിനെന്ന വണ്ണം ഹൃദയംഗമമായി ഹൃദയപരമാർത്ഥതയോടെ ഓരോ ജോലികളും ചെയ്യണം. നിങ്ങൾ ഒരു പക്ഷേ പഠിക്കുകയായിരിക്കാം, ഡു ഇറ്റ് ഫോർ ദ ലോർഡ്. നിങ്ങൾ ഒരു പക്ഷേ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ വർക്ക് ചെയ്യുകയായിരിക്കും, വർക്ക് ഇറ്റ് ഫോർ ദ ലോർഡ്, വർക്ക് ഫോർ ദ ലോർഡ്. നമ്മൾ ഏത് മേഖലയിലാണെങ്കിലും we have to work for the Lord. Colossians 3:17 പറയുന്നത് ഇങ്ങനെയാണ്, and whatever you do, whether in word or deed, do it all in the name of Lord Jesus. നിങ്ങൾ പാട്ടുപാടുകയാണെങ്കിൽ കർത്താവിനെന്ന പോലെ പാട്ടുപാടുക, കേൾക്കുന്നവർക്ക് വേണ്ടിയല്ല. നിങ്ങൾ പ്രസംഗിക്കുകയാണെങ്കിൽ, നിങ്ങൾ ഒരു ക്ലാസ് എടുക്കുകയാണെങ്കിൽ, നിങ്ങൾ ഒരു സ്റ്റിച്ചിങ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾ ഒരു എഴുത്തുകാരിയാണെങ്കിൽ, നിങ്ങൾ ഏത് ജോലി ആയിക്കൊള്ളട്ടെ, ഡു ഇറ്റ് ഇൻ ദ നെയിം ഓഫ് ദ ലോർഡ്
Jesus. The second thing in professional dimension is responsibility management. We should know that we are responsible. We are responsible. Matthew 24, 45 to 46, when we read that, ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്. Who then is the faithful and wise servant, whom the master has put in charge of the servants in his household to give them their food at the proper time? It will be good for that servant whose master finds him doing so when he returns. യജമാനൻ തിരിച്ചു വരുമ്പോൾ യജമാനൻ ഏൽപ്പിച്ചതായ റെസ്പോൺസിബിലിറ്റീസ് അത് പ്രോപ്പർ ആയിട്ട് ചെയ്യുന്നു എന്നുള്ളത് എൻഷുർ ചെയ്യുന്നതാണ് വാസ്തവത്തിൽ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നതായ ഒരു കാര്യം. Please mute the mic. Okay. Who then is the faithful and wise servant? അവനെ വിശ്വസ്തനായ ബുദ്ധിമാനായ ഒരു സർവന്റ് ആയിട്ടാണ് അവിടെ വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്? യജമാനൻ മടങ്ങി വരുമ്പോൾ when the master returns, അദ്ദേഹം കാണാൻ പോകുന്നത് അവനെ ഏൽപ്പിച്ച റെസ്പോൺസിബിലിറ്റീസ് അവൻ പ്രോപ്പർ ആയിട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മൾ അങ്ങനെ ആണോ? പേഴ്സണൽ റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ഡെലിഗേറ്റഡ് റെസ്പോൺസിബിലിറ്റീസ്. നമുക്കറിയാം പല റെസ്പോൺസിബിലിറ്റീസും നമുക്ക് വരുന്നത് ഡെലിഗേറ്റഡ് ആണ്. നമ്മൾ തന്നെ ചെയ്യേണ്ട ചില റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, എന്നാൽ നമ്മൾ ചെയ്യിക്കേണ്ട ചില റെസ്പോൺസിബിലിറ്റീസും ഉണ്ട്. ഇപ്പോൾ ഇന്നത്തെ ഈ മീറ്റിംഗ് ആങ്കർ ചെയ്യാനായിട്ട് എയ്മിയാണ് മുൻകൈയെടുത്തത്. എയ്മിക്ക് ആ ഒരു റെസ്പോൺസിബിലിറ്റി ഡെലിഗേറ്റ് ചെയ്തതാണ്. സോ ദാറ്റ്സ് എ ഡെലിഗേറ്റഡ് റെസ്പോൺസിബിലിറ്റി. എത്ര നന്നായിട്ടാണ് ഞാനൊരു 7:15 ഒക്കെ ആയപ്പോ ലോഗിൻ ചെയ്തപ്പോ ഒരു ക്രിക്കറ്റ് കമന്ററിയുടെ ഫീലിംഗ് ആണ് എനിക്ക് വന്നത്. അത്ര എനർജറ്റിക് ആയിട്ട് എയ്മി സംസാരിക്കുകയായിരുന്നു. സോ ദാറ്റ്സ് എ ഡെലിഗേറ്റഡ് റെസ്പോൺസിബിലിറ്റി. നമുക്കൊക്കെ പലപ്പോഴും ഇങ്ങനെയാണ്. ചിലപ്പോൾ നമ്മുടെ ചർച്ചിൽ ഒരു ബൈബിൾ പോർഷൻ വായിക്കാനായിരിക്കും, ചിലപ്പോൾ ഒരു പാട്ട് പാടാനായിരിക്കും. ഇറ്റ്സ് എ delegated responsibility. So what we have to do, we have to manage our responsibilities. So there are four types of responsibility. The first one is task responsibility. ഇപ്പോൾ ഒരു കാര്യം ചെയ്യാൻ പറയുന്നത് അതൊരു ടാസ്ക് റെസ്പോൺസിബിലിറ്റി ആണ്. സെക്കൻഡ് വൺ ഈസ് എ പ്രോജക്ട് റെസ്പോൺസിബിലിറ്റി. ടാസ്ക് റെസ്പോൺസിബിലിറ്റി കംസ് അണ്ടർ പ്രോജക്ട് റെസ്പോൺസിബിലിറ്റി. Third level is area responsibility. So, and the last level is congregational responsibility. അപ്പോൾ ഒരു കോൺഗ്രിഗേഷണൽ റെസ്പോൺസിബിലിറ്റിയുടെ കീഴിലാണ് ഒരു ഡിപ്പാർട്ട്മെന്റ് വരുന്നത്, അല്ലെ? നമുക്ക് കോളേജുകളിലൊക്കെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ആ കോളേജിന്റെ കീഴിലായിരിക്കും ഒരു പർട്ടിക്കുലർ സബ്ജക്ട് വരുന്നത്, അല്ലെങ്കിൽ ഒരു കോളേജിന്റെ കീഴിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് വരുന്നു, ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ ഒരു ക്ലാസ് വരുന്നു, ആ ക്ലാസ്സിൽ ഒരു ടീച്ചർ പോയി ക്ലാസ് എടുക്കുന്നു. ദാറ്റ്സ് എ ടാസ്ക് റെസ്പോൺസിബിലിറ്റി. സോ ഇവിടെ എല്ലാം നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി എല്ലാ ലെവലിലും, ഇൻ ഓൾ ദീസ് 4 areas they have personal responsibility and delegated responsibility. ഏത് റെസ്പോൺസിബിലിറ്റി ആണെങ്കിലും we have to manage our responsibility. The third thing about professional dimension, human resource management. ഇത് നമുക്ക് എല്ലാവർക്കും വളരെ പ്രയോജനപ്പെടുന്ന ഒന്നാണ് ഞാൻ വിചാരിക്കുകയാണ്. As a leader, we have to ensure the resources that we lead. നമ്മൾ ഫസ്റ്റ് ഡേ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. If you don't have any followers, we may be walking in front, but we are not leading, we are just walking. അല്ലെ? നമ്മൾ മുമ്പിൽ നടക്കുകയാണ്, ആളുകൾ നമ്മുടെ പുറകെ വരുന്നുണ്ട് എന്നൊക്കെ നമ്മൾ വിചാരിക്കുകയാണ്, പക്ഷെ ആരും വന്നില്ലെങ്കിലോ? സോ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ പുറകിൽ വരുവാനായിട്ട് ആളുകളെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമാണ്. ആസ് എ ലീഡർ നമ്മുടെ ചുറ്റുപാടുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവിടുത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഗീവ് കെയർ ഫോർ ടൈംസ് ഓഫ് റെസ്റ്റ് ആൻഡ് റിന്യൂവൽ ഓഫ് ഹിസ് ടീം മെമ്പേഴ്സ്. നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകൾ, നമ്മുടെ കൂടെയുള്ള ആളുകൾ, അവരുടെ ആരോഗ്യവും അവരുടെ സാധ്യതകളും അവരുടെ റെസ്റ്റും ഒക്കെ നമ്മുടെ ഒരു കൺസേണും കൂടെ ആയിരിക്കണം. ഈ പല സ്ഥലങ്ങളിലും ജോലി ചെയ്യുമ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്. പലപ്പോഴും ഈ ലീഡർഷിപ്പ് പൊസിഷനിൽ ഇരിക്കുന്ന ആളുകൾ അവരുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ റെസ്റ്റിനെ കുറിച്ചോ അവരുടെ സ്ട്രെങ്തനിങ് സാധ്യതകളെ കുറിച്ചോ ഒന്നും കൺസേൺഡേ അല്ല. അവരെപ്പോഴും പറയുന്നത് എനിക്ക് എന്റെ ജോലി ചെയ്ത് കിട്ടണം എന്നുള്ളതാണ്. ദാറ്റ് ഇസ് നോട്ട് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകൾ, നമ്മുടെ ടീമിലുള്ള ആളുകൾ അവരുടെ
റെസ്റ്റ് ഒരു ഇമ്പോർട്ടന്റ് കൺസേൺ ആണ്. അതുകൊണ്ടാണ് മാത്യു 6:31 നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, ഒരു കോണ്ടെക്സ്റ്റ് അതിനുണ്ട്. വേഴ്സ് 31 നമ്മളിങ്ങനെ വായിക്കും, then because so many people were coming and going that they didn't even have a chance to eat, he said to them. ശിഷ്യന്മാർക്ക് ഭക്ഷണം കഴിക്കാൻ പോലും സമയമില്ലാതെ ആളുകൾ ഇങ്ങനെ വരികയും പോവുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് എന്താ അവരോട് പറഞ്ഞത്? come with me by yourselves to a quiet place and get some rest. യേശു പറഞ്ഞില്ല ഭക്ഷണമൊന്നും കഴിക്കണ്ട, നമുക്ക് കർത്താവിന്റെ വേലയാണ് വലുത്, അതുകൊണ്ട് കണ്ണടച്ചു പിടിച്ച് അവരുടെ തലയെ കൈവച്ച് അങ്ങ് പ്രാർത്ഥിച്ചോ. നോ, ദാറ്റ് വാസ് നോട്ട് ദ മെസ്സേജ് ഫ്രം ജീസസ്. യേശു പറഞ്ഞു, ടേക്ക് സം ടൈം ടു ഫൈൻഡ് സം റെസ്റ്റ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു ലീഡറുടെ ഒരു വലിയ ക്വാളിറ്റിയാണ് നമ്മുടെ കൂടെയുള്ള ആളുകൾ അവർക്ക് വേണ്ടത്ര റെസ്റ്റ് കൊടുക്കാനൊക്കെ ആയിട്ട്, അവരുടെ ആരോഗ്യ കാര്യങ്ങളിലൊക്കെ അവരുടെ ഒരു സ്വസ്ഥതയൊക്കെ ലീഡറുടെ കൺസേൺ ആയിരിക്കണം. 4ാമത്തെ കാര്യത്തിലേക്ക് വേഗത്തിൽ പോകാം. നോളജ് ആൻഡ് ഇൻഫർമേഷൻ മാനേജ്മെന്റ്. ഒരു ലീഡർ എന്ന നിലയിൽ നമ്മളിലേക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് വരാൻ സാധ്യതയുണ്ട്, അല്ലെ? ഒരുപാട് ഇൻഫർമേഷൻസ് നമ്മുടെ ഉള്ളിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ദ ആർട്ട് ഓഫ് പാസിംഗ് ആൻഡ് ഇൻഫർമേഷൻ. ഒരു ലീഡറുടെ ഒരു വലിയ റെസ്പോൺസിബിലിറ്റിയാണ് ഒരുപാട് ഇൻഫർമേഷൻസ് വരുമ്പോൾ നമ്മൾ ഇൻഫർമേഷൻസ് ഏത് പാസ് ചെയ്യണം, ഏത് പാസ് ചെയ്യണ്ട. വി ഹാവ് ടു ഫിൽട്ടർ ദ ഇൻഫർമേഷൻസ്. നമ്മളിലേക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് വരും, പക്ഷേ നമ്മുടെ അണികളിലേക്ക്, നമ്മുടെ ഫോളോവേഴ്സിലേക്ക് ഹൗ ടു പാസ് ദ ഇൻഫർമേഷൻ. എല്ലാ കാര്യങ്ങളും എല്ലാ സ്ഥലത്തും പറയേണ്ട കാര്യമില്ല. ഇതൊരു വലിയ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ്. ലൂക്ക് 22:31 യേശു കർത്താവ് പറയുകയാണ്, സൈമൺ സൈമൺ, Satan has asked to sift all of you as wheat, but I have prayed for you. സാത്താൻ നിങ്ങളെ പാറ്റിക്കളയാൻ വേണ്ടി 3 പ്രാവശ്യം എന്നോട് ചോദിച്ചു, പക്ഷെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇത് അന്നേരം പറഞ്ഞില്ല, പിന്നീട് ആ ശിഷ്യന്മാരോട് പറയുന്നത്, ശീമോനോട് പറയുന്നത്, സൈമണോട് പറയുന്നത്, പീറ്ററിനോട് പറയുന്നത്. അപ്പോ അവിടെ ചില കാര്യങ്ങൾ ചില സമയത്ത് പറയണ്ട. യേശുവിന് അറിയാവുന്ന എല്ലാ കാര്യവും അപ്പോഴിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നില്ല. He had an art of passing an information sources. ഇപ്പൊ നമുക്കറിയാം, നമ്മളിലേക്ക് ഒത്തിരി ഇൻഫർമേഷൻസ് വരും. വാട്സാപ്പിൽ കൂടെ ഒരുപാട് ഫേക്ക് ഇൻഫർമേഷൻസ് വരും. ഫേസ്ബുക്കിൽ നമ്മൾ തന്നെ ഷെയർ ചെയ്ത പല പോസ്റ്റുകളും ഇപ്പോ കാണാൻ പറ്റില്ല, കാരണം ഫേസ്ബുക്ക് തന്നെ അതിനെ ഡിലീറ്റ് ചെയ്തു. അവര് പറയുകയാണ് അതൊരു ഫോൾസ് ഇൻഫർമേഷൻ ആയിരുന്നു. നമ്മള് പഴയ പോസ്റ്റുകളിലേക്ക് നോക്കി മതി, ഞാൻ ശരിയായ വാർത്തയാണെന്ന് വിചാരിച്ച് ഷെയർ ചെയ്ത പല കാര്യങ്ങളും ഇപ്പൊ ഫേസ്ബുക്ക് എന്ത് ചെയ്തു? ഫേസ്ബുക്ക് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു. സോ ഇൻഫർമേഷൻ സോഴ്സസിനെ നമുക്ക് ഫിൽട്ടർ ചെയ്യാനായിട്ട് പറ്റണം. എവിടെ നിന്ന് വരുന്ന ഇൻഫർമേഷൻസ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ലീഡർഷിപ്പിന്റെ ക്വാളിറ്റിയാണ്. റോമൻസ് 1:13 നമ്മൾ വായിക്കുന്നു, ഐ ഡു നോട്ട് വാണ്ട് യു ടു ബി അൺഅവെയർ brothers and sisters that I planned many times to come to you. റോമൻ ചർച്ചിനോട് പറയുകയാണ്, നിങ്ങൾ ഒരിക്കലും അറിയാതിരിക്കരുത്, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരാനായിട്ട് പല പ്രാവശ്യം ആഗ്രഹിച്ചു. സോ ഇതാണ് ആർട്ട് ഓഫ് പാസിംഗ് ആൻഡ് ഇൻഫർമേഷൻ. പൗലോസ് പറയാണ്, നിങ്ങൾ അറിയാതിരിക്കരുത്. ഇൻഫർമേഷൻ ദാറ്റ് പ്രൊമോട്ട്സ് ഗുഡ് റിലേഷൻഷിപ്സ് ടു ദ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ എന്ന നിലയിൽ ആ ഓർഗനൈസേഷനിൽ നല്ല ബന്ധങ്ങൾ, ഗുഡ് റിലേഷൻഷിപ്സ് പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഇൻഫർമേഷൻസ് പാസ് ചെയ്യേണ്ടത്. ചില ഇൻഫർമേഷൻസ് പാസ് ചെയ്താൽ അത് ചിലപ്പോൾ ആ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ടീമിന്റെ ടീം സ്പിരിറ്റിനെ തകർത്ത് കളയും. നമ്മൾ ഇന്നലെ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തു. റോമൻസ് 11:25 നമ്മൾ വായിക്കുന്നു, ഐ ഡു നോട്ട് വാണ്ട് യു ടു ബി ഇഗ്നോറന്റ് ഓഫ് ദിസ് മിസ്റ്ററി ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് സോ ദാറ്റ് യു മേ നോട്ട് ബി കൺസൈറ്റഡ്. ഓക്കെ, അവിടെ പൗലോസ് പറയുകയാണ്, നിങ്ങൾ ഈ രഹസ്യം അറിയാതിരിക്കരുത്, അറിയാതെ പോകരുത്. അതായത് ചില രഹസ്യങ്ങൾ അറിയുന്നത് നല്ലതാണെങ്കിൽ, ചില കാര്യങ്ങൾ അറിയുന്നത് നല്ലതാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് അത് ഷെയർ ചെയ്യുവാനായിട്ട് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ ലോകത്തോട് സുവിശേഷം വിളിച്ചു പറയുന്നത്. ആളുകൾക്ക് ചിലർക്കൊന്നും സുവിശേഷം കേൾക്കാൻ ഇഷ്ടമില്ല, പക്ഷെ നമ്മൾ ധൈര്യമായിട്ട് സുവിശേഷം പറയുന്നത് എന്തുകൊണ്ടാണ്? അത് ആളുകൾ അറിയാതിരുന്നാൽ അവർക്കതൊരു വലിയ നഷ്ടമാണ് എന്നുള്ളതാണ്. ഞാന് മുൻപ് ഒരു ക്രോണിക് ബാക്ക് പെയിൻ ിലൂടെ കടന്നുപോയ ഒരാളാണ്. ഒരു 3 വർഷം മുമ്പ് വരെ, 3 വർഷമല്ല 2 വർഷം മുമ്പ് വരെ ക്രോണിക് ബാക്ക് പെയിൻ എനിക്ക് ഉണ്ടായിരുന്നു. എല്ലാ വർഷവും ഒരു 15 ദിവസമൊക്കെ ഞാൻ ബെഡിലാവും, പ്രത്യേകിച്ച് ഈ മഴയുള്ള സീസണിലൊക്കെ. ഞാൻ ഡോക്ടേഴ്സിനൊക്കെ കണ്ടു, എനിക്ക് യാതൊരു ട്രീറ്റ്മെന്റും പ്രോപ്പറായിട്ട് പ്രയോജനപ്പെട്ടില്ല.
അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ മിഷൻസ് ഇന്ത്യയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ബ്രദർ ജിബി തോമസ് കുരുവിള, അദ്ദേഹം എനിക്കൊരു ബുക്ക് വായിക്കാനായിട്ട് തന്നു. അതിനകത്ത് ക്രോണിക് ബാക്ക് പെയിനെ കുറിച്ചുള്ള ഒരു ബുക്ക്. അദ്ദേഹത്തിന്റെ ടീച്ചറിന് ബാക്ക് പെയിൻ മാറി. അപ്പോൾ ഈ ബുക്ക് ഒന്ന് ഫോളോ ചെയ്യാൻ പറഞ്ഞു. എനിവേ ആ ബുക്ക് എനിക്ക് വായിക്കാൻ തന്നു. അപ്പൊ ആ ബുക്കിന്റെ ഫസ്റ്റ് പേജിൽ എഴുതിയിട്ടുണ്ട്, ഈ ബുക്ക് ഒറ്റയടിക്ക് വായിച്ചു തീർക്കരുത്, നിങ്ങൾ 40 ദിവസം കൊണ്ട് ആ ബുക്ക് മുഴുവൻ വായിക്കാവുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ ഈ നടുവേദന ഉള്ളത് കൊണ്ട് എനിക്ക് പതുക്കെ ഒന്നും വായിക്കാൻ പറ്റില്ല. ഐ റഷ് ത്രൂ ദ ബുക്ക്. 2 ആഴ്ച കൊണ്ട് ഞാൻ ബുക്ക് മൊത്തം വായിച്ചു. ബുക്ക് മൊത്തം വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലായി. എന്റെ കുറെ റോങ് പ്രാക്ടീസസ് എനിക്ക് മനസ്സിലായി. ഞാൻ എങ്ങനെ കറക്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യണം, ഈ ബാക്ക് പെയിൻ മാറാൻ എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ മനസ്സിലായി. എനിക്ക് ഒരു ബസ് മിസ്സാവുമെന്ന് തോന്നിയാൽ ഒന്ന് ഓടിച്ചെന്ന് കയറാൻ പറ്റാത്ത പോലത്തെ ഒരു സിറ്റുവേഷനിലൂടെയൊക്കെയാണ് ഞാൻ ആ സമയത്ത് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ആ ബുക്ക് വായിച്ചു, അത് എന്നെ ഭയങ്കരമായിട്ട് മാറ്റി. ഇപ്പൊ ആർക്കെങ്കിലും നടുവേദന ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? ഞാൻ ആ ബുക്ക് ഷെയർ ചെയ്യും. കാര്യം എന്താ? ആ ബുക്ക് അവർക്ക് പ്രയോജനപ്പെടും. ഇതുപോലെയാണ് നമ്മള് സുവിശേഷം ഈ ലോകത്തോട് വിളിച്ചു പറയുന്നത്. ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം പാപമാണ്. ആ പാപത്തിന് 2 സൊല്യൂഷൻ ഇല്ല, ഒരേ ഒരു സൊല്യൂഷനേ ഉള്ളൂ. അത് സുവിശേഷമാണ്, അത് യേശു ക്രിസ്തു. അതുകൊണ്ടാണ് നാം ഈ ലോകത്തോട് ഈ സുവിശേഷ സന്ദേശം വിളിച്ചു പറയുന്നത്. അങ്ങനാണെങ്കിൽ ആസ് എ ലീഡർ we have to pass the informations that promotes good relationships to the organization. 5th, time management. ഒത്തിരി ഡീറ്റെയിൽഡ് ടോപ്പിക് ആണ്, ഞാൻ പെട്ടെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകും. ഇത് ഓരോന്നും ഇതുപോലെ ഒരു 3 ദിവസത്തെ പ്രോഗ്രാം ആക്കാനുള്ള പോയിന്റ്സ് ആണ് ഞാൻ ഈ പറഞ്ഞു പോകുന്നത്. ടൈം മാനേജ്മെന്റ്. എഫേഷ്യൻസ് 5:15-16 എഫേസ്യ ലേഖനം 5-ാം അധ്യായം 15-16 വാക്യങ്ങളിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. ബി വെരി കെയർഫുൾ then how you live, not as unwise but as wise, making the most of every opportunity because the days are evil. മലയാള ബൈബിളിൽ ഇങ്ങനെ വായിക്കുന്നത്, ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കും. അപ്പോ ടൈം മാനേജ് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആസ് എ ലീഡർ വി ഹാവ് ടു മാനേജ് അവർ ടൈം. ആസ് ആൻ ഇവോൾവിംഗ് ലീഡർ വി ഹാവ് ടു മാനേജ് അവർ ടൈം. ഞാൻ പറയട്ടെ, പ്രൊഫഷണൽ ടൈം സ്റ്റുവാർഡ്ഷിപ്പ്, അതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമുക്ക് ദൈവം 24 മണിക്കൂർ തന്നിട്ടുണ്ട്. ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിച്ചിട്ടുണ്ട്, എനിക്ക് ഒട്ടും സമയമില്ലല്ലോ. പക്ഷെ പിന്നീട് ഞാൻ മനസ്സിലാക്കി, എന്റെ സമയത്തെ മോഷ്ടിക്കുന്ന ഒരുപാട് കള്ളന്മാർ എന്റെ ജീവിതത്തിലുണ്ട്. എന്റെ സമയത്തെ മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന പല കാര്യങ്ങളും എന്റെ ജീവിതത്തിലുണ്ട്. എന്റെ ജീവിതത്തിൽ ഫേസ്ബുക്ക് ഒത്തിരി സമയം മോഷ്ടിച്ചിരുന്നു, യൂട്യൂബ് ഒത്തിരി സമയം മോഷ്ടിച്ചിരുന്നു. നല്ല കാര്യങ്ങൾ പഠിക്കാനൊക്കെയാണ് ഉപയോഗിച്ചത്. പക്ഷേ അതെന്റെ സമയം ഒരുപാട്, ചിലതൊക്കെ പ്രയോജനമില്ലാത്തതാണ്. പ്രയോജനം ഉള്ളതിനെയും പ്രയോജനം ഇല്ലാത്തതിനെയൊക്കെ പ്രയോറിറ്റൈസ് ചെയ്യുന്നതിലൊക്കെ പലപ്പോഴും പരാജയപ്പെട്ടപ്പോൾ എന്റെ സമയം ഒരുപാട് നഷ്ടപ്പെട്ടു പോയി. എ സക്സസ്ഫുൾ ലീഡർ വിൽ ഡെവലപ്പ് a very sensitive approach to time. A successful leader will develop a very sensitive approach to time. നമ്മൾ സമയത്തെ അങ്ങനെ അലസമായിട്ട് പാഴാക്കി കളയാൻ പാടില്ല. ഇപ്പൊ ഈ ദിവസങ്ങളിൽ എന്റെ അയൽവക്കക്കാരൻ ഇന്നലെ വൈകിട്ടാന്ന് തോന്നുന്നു, ഞാൻ ഒന്ന് ജസ്റ്റ് പുറത്തിറങ്ങിയപ്പോ എന്റെ തൊട്ട അയൽവക്കത്തെ ആളെന്നോട് ചോദിച്ചു, ബേസിലിനെ ഇപ്പൊ കാണാനേ ഇല്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരു 3 ദിവസത്തെ ഒരു പ്രോഗ്രാം ഉണ്ട്, അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ആണ്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ഒത്തിരി വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്റെ മക്കള് അവര് ഈ ദിവസങ്ങളിൽ ഇച്ചിരി പരാതി പറയുന്നുണ്ട് അപ്പയോട്. അല്ലെങ്കിൽ അവരിങ്ങനെ എന്തെങ്കിലും ബുക്കൊക്കെ വായിച്ച് സംശയമായിട്ടൊക്കെ വരുമ്പോൾ ഞാൻ പറയും, ഇപ്പൊ അപ്പയ്ക്ക് സമയമില്ല, നാളെ സംസാരിക്കാന്ന് പറയും. അപ്പൊ ഞാൻ പറഞ്ഞത്, നമ്മുടെ സമയത്തിന്റെ വില എന്തുമാത്രം പ്രധാനമാണ്. വി ഹാവ് ടു ബി അവെയർ. ഈ ഒരു ലോക്ക്ഡൌൺ സീസൺ ഇല്ലേ, ആരും വീടിന് പുറത്തു പോകുന്നില്ല, പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. നമ്മള് എത്ര ബുക്ക് വായിച്ചു, എന്തുമാത്രം കാര്യങ്ങൾ പഠിച്ചു. ഞാൻ ഒരുപാട് ബുക്കുകൾ ഈ ലോക്ക്ഡൌൺ സീസണിൽ വായിക്കാനായിട്ടിടയായി. ഒരുപാട് ബുക്സ്. ലോക്ക്ഡൌൺ തുടങ്ങി ആദ്യത്തെ 15 ദിവസത്തിനകം 4 ബുക്ക് ഞാൻ വായിച്ചു തീർന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് അത്രയും വായിക്കാൻ പറ്റിയില്ല, കാരണം ഒത്തിരി വേറെ മീറ്റിങ്ങുകളും ക്ലാസ്സുകളും ഒക്കെ കൂടുതൽ വന്നതുകൊണ്ട്. എങ്കിലും ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ ഞാൻ 2 ബുക്കുകളിൽ ഫിനിഷ് ചെയ്തു. ഞാൻ പാരലായിട്ട് 1-ൽ കൂടുതൽ ബുക്ക് വായിക്കും. ഇന്നലെ ഞാൻ മിനിഞ്ഞാന്ന് രാത്രി ഒരു ബുക്ക്, ഇന്നലെ രാവിലെ ഒരു ബുക്ക് വായിച്ചു തീർത്തു. നമ്മുടെ സമയത്തെ നമ്മൾ ഗൗരവമായിട്ട് കണക്കാക്കാൻ വേണ്ടിയാണ് എന്നോർത്തുകൊണ്ട് ഞാൻ സമയം പാഴാക്കാത്ത ആളാണെന്നല്ല, ഞാനും ടൈം മാനേജ്മെന്റ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാൻ ശ്രമിക്കുകയാണ്. എ ലീഡർ ഈസ് റെസ്പോൺസിബിൾ
for the time of his followers. ഒരു ലീഡറുടെ ഒരു പ്രത്യേകത, എന്റെ സമയത്തിന് മാത്രമല്ല എനിക്ക് വിലയുള്ളത്, ഇപ്പോ ഈ ക്ലാസ് കേൾക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും സമയത്തെ കുറിച്ച് ഞാൻ ബോധവാനായിരിക്കണം. അതുകൊണ്ടാണ് 8:30 മണിയാകുമ്പോഴേക്കും ക്ലാസ് കൺക്ലൂഡ് ചെയ്യാനായിട്ട് പരമാവധി വേഗത്തിൽ മുന്നോട്ട് പോകുന്നത്. സോ ഇറ്റ്സ് എ ലീഡേഴ്സ് റെസ്പോൺസിബിലിറ്റി ഫോർ ദ ടൈം ഓഫ് ഹിസ് ഫോളോവേഴ്സ്. 6th point, ഞാന് ഏറ്റവും കൂടുതൽ പ്രസംഗിച്ചിട്ടുള്ള ഒരു വിഷയമാണ് ഡിസിഷൻ മേക്കിംഗ് മാനേജ്മെന്റ്. നമ്മൾ എടുക്കുന്നതായ തീരുമാനങ്ങൾ. ലൂക്ക് 10:42 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: മേരി ഹാസ് ചോസൺ what is better and it will not be taken away from her. മേരി എടുത്തതായ തീരുമാനത്തെ കുറിച്ചാണ്. മാർത്ത ആൻഡ് മേരി, സിസ്റ്റേഴ്സ് ഓഫ് ലാസറസ്. മാർത്തയും മേരിയും എടുത്തതായ ഡിസിഷൻ, മാർത്ത യേശുവിനെ സെർവ് ചെയ്യാനായിട്ട് കിച്ചണിലേക്ക് പോയി. മേരിയോ യേശുവിന്റെ കാൽ ചുവട്ടിലിരുന്നു, യേശുവിനിൽ നിന്ന് ദൈവവചനം കേട്ടുകൊണ്ടിരുന്നു. അവിടെ യേശു പറഞ്ഞ കാര്യം ഇതാണ്: മേരി ഹാസ് ചോസൺ വാട്ട് ഈസ് ബെറ്റർ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ഓരോരുത്തരും എടുക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഡിസിഷനാണ്, ഒരു ഏൺ ചെയ്യേണ്ട ഒരു സ്കില്ലാണ് ഡിസിഷൻ മേക്കിംഗ് മാനേജ്മെന്റ്. ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് ചെയ്യാനായിട്ട് ദൈവം സഹായിക്കട്ടെ. ഞാൻ അവിടെ അതിനെക്കുറിച്ച് അധികം സംസാരിക്കാതെ പോവുകയാണ്. 7ാമത്തെ പ്രൊഫഷണൽ ഡയമെൻഷൻ, കോൺഫ്ലിക്റ്റ് മാനേജ്മെന്റ്. നമുക്കറിയാം, നമ്മുടെ എല്ലാം ജീവിതത്തിൽ പലതരത്തിലുള്ള കോൺഫ്ലിക്ട്സ് ഉണ്ടാവാറുണ്ട്. വ്യക്തികൾ തമ്മിൽ കോൺഫ്ലിക്ട്സ് ഉണ്ടാകാറുണ്ട്, നമ്മുടെ ഉള്ളിൽ തന്നെ കോൺഫ്ലിക്ട്സ് ഉണ്ടാവാറുണ്ട്. ബൈബിൾ പറയുന്നത് എന്താണ്? 1 Corinthians 7:15, God has called us to live in peace. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് സമാധാനത്തിൽ ജീവിക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ സമാധാനത്തിൽ വസിക്കുവാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന്റെ അർത്ഥം വി ആർ നോട്ട് പ്രോബ്ലം മേക്കേഴ്സ്, അല്ലേ? നമ്മൾ പ്രശ്നം ഉണ്ടാക്കുന്നവരല്ല. ഒരു ലീഡർ എന്ന് പറഞ്ഞാൽ he should be able to manage the conflicts. പലതരത്തിൽപ്പെട്ട കോൺഫ്ലിക്ട്സ് ഉണ്ട്. ചില കോൺഫ്ലിക്ട്സ് ഉണ്ടാകുന്നത് ആറ്റിറ്റ്യൂഡിനൽ കോൺഫ്ലിക്ട്സ് ആണ്, അല്ലെ? ചിലരുടെ ആറ്റിറ്റ്യൂഡ്സ് ചില പ്രശ്നം ഉണ്ടാവും, ആറ്റിറ്റ്യൂഡിനൽ കോൺഫ്ലിക്ട്സ്. വേറൊരു കോൺഫ്ലിക്റ്റ് ആണ് സബ്സ്റ്റാൻഷിയേറ്റീവ് കോൺഫ്ലിക്റ്റ്. എന്താണ് സബ്സ്റ്റാൻഷിയേറ്റീവ് കോൺഫ്ലിക്റ്റ്? അതല്ല മേജർ കോൺഫ്ലിക്റ്റ്, പക്ഷേ വേറൊരു കോൺഫ്ലിക്റ്റിന്റെ പുറകെ വരികയാണ്. എനിക്കൊരു പള്ളിയെ കുറിച്ചറിയാം. ആ പള്ളിയിൽ ഭയങ്കര പ്രശ്നമാണ്. ആ പള്ളിയിൽ 2 ഗ്രൂപ്പായി മാറി. എങ്ങനെയാണ് ആ പള്ളി 2 ഗ്രൂപ്പായെന്നറിയാമോ? ആ പള്ളിയില് ഒരു 2 ബ്രദേഴ്സ് ഉണ്ട്, ഒരേ വീട്ടിൽ സിബ്ലിങ്സ് ആയിട്ടുള്ള 2 പേര്. അവര് തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായി. ഈ പ്രശ്നം അവര് വീട്ടിൽ ഉണ്ടായ പ്രശ്നമാണ്, പക്ഷെ അത് വീട്ടിൽ തീർന്നില്ല. അത് പള്ളിയിലും പള്ളി കമ്മിറ്റിയിലും ഒക്കെ ആ പ്രശ്നം അങ്ങ് വളർന്നു. ആ പ്രശ്നം കൂടുതൽ വഷളായി. ആ പ്രശ്നം വളരെ സീരിയസ് ആയിട്ട് മാറി. സബ്സ്റ്റാൻഷിയേറ്റീവ് കോൺഫ്ലിക്ട്സ്. അതിനെ തുടർന്ന് പിന്നെ ആ പള്ളിയിൽ വലിയ പ്രശ്നങ്ങളായി. ആ പള്ളി തന്നെ 2 പള്ളിയായിട്ട് മാറിയതായിട്ടൊക്കെ എനിക്കറിയാം. 3ാമത്തേതാണ് ഇമോഷണൽ കോൺഫ്ലിക്ട്സ്, വൈകാരികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ. കമ്മ്യൂണിക്കേഷണൽ കോൺഫ്ലിക്ട്സ്, അത് കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട ചില കോൺഫ്ലിക്ട്സ് ആണ്. പല രീതിയിൽ കോൺഫ്ലിക്ട്സ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, we have to mediate. A leader will be mediators of the conflicts. ഒരു ലീഡറിന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല, നിങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്ക്, ഞാൻ എന്റെ വഴിക്ക് പോവുക. നോ, ഒരു ലീഡറിന് ഒരിക്കലും അങ്ങനെ പറഞ്ഞ് കൈയൊഴിയാനായിട്ട് അനുവാദമില്ല. 1 Corinthians 6:5 പൗലോസ് അപ്പോസ്തലൻ അവരോട് സംസാരിക്കുന്ന ഒരു കാര്യമാണ്. I say this to shame you. Is it possible that there is nobody among you wise enough to judge a dispute between believers? 2 വിശ്വാസികൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ ആ പ്രശ്നം തീർക്കാൻ ഒരു വിശ്വാസിയായ ഒരു സഹോദരൻ നിങ്ങളുടെ ഇടയിൽ ഇല്ലേ? നിങ്ങൾ എന്തിനാണ് പുറമെ ഒരു കോർട്ടിലേക്ക് ഈ പ്രശ്നം തീർക്കാനായിട്ട് പോകുന്നത്? അത് നാണക്കേടാണെന്നാണ് പൗലോസ് അപ്പോസ്തലൻ അവിടെ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, we are mediators. We live in peace. We have to mediate whenever a conflict arises. That's the 7th point. ഇനി അടുത്ത ഡയമെൻഷനിലേക്ക് ഞാൻ പോവുകയാണ്. ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്രൊഫഷണൽ ഡയമെൻഷനെ കുറിച്ചാണ്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് പേഴ്സണൽ ഡയമെൻഷൻ ഓഫ് എ ലീഡർഷിപ്പ്.
ഞാന് ഈ പ്രൊഫഷണൽ ഡയമെൻഷനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു പ്രശ്നത്തെ കുറിച്ച് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒരിക്കൽ ഞങ്ങളുടെ പള്ളിയിലുള്ള ഒരു അങ്കിളുമായിട്ട് എൻ്റെ തെറ്റുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടായി. അദ്ദേഹം എന്നോട് വളരെ ചൂടായി, എന്നോട് വളരെ ദേഷ്യപ്പെട്ട് കഴിഞ്ഞപ്പോ എനിക്ക് അന്നേരം ഇതിനേക്കാളും ഒരു 15 വയസ്സ് കുറവാന്ന് കരുതി, 10 വയസ്സ് കുറവ്, 15 എന്ന് പറഞ്ഞാൽ ഒത്തിരി കുറഞ്ഞു, 10 വയസ്സ് കുറവാണ്. ഞാൻ ഒത്തിരി ദേഷ്യപ്പെട്ടു, ഞാനും ദേഷ്യപ്പെട്ടു. ഒരുപാട് സംസാരിച്ചല്ല, 1-2 വാക്കുകളെ പറഞ്ഞോളൂ. പക്ഷെ ആ വാക്ക് ദേഷ്യപ്പെട്ട വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ഞാൻ ചെയ്തത് ശരിയായില്ല. എന്റെ ഹൃദയം ആകെ അസ്വസ്ഥമാകാൻ തുടങ്ങി, വലിയ പ്രയാസം. ഞാൻ പള്ളിയിലുള്ള സീനിയർ ആയിട്ടുള്ള ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ കൂടെ ആ അങ്കിളുടെ വീട് വരെ ഒന്ന് വരണം, ഞാൻ ഇന്ന് അദ്ദേഹത്തോട് സംസാരിച്ച് ശരിയായില്ല, എനിക്കൊന്ന് സോറി പറയണമെന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് അദ്ദേഹം പറഞ്ഞു, ബേസിലെ ഇന്ന് പോകണ്ട, പുള്ളിക്ക് ഭയങ്കര ദേഷ്യമാണ്, മൂക്കത്താ ദേഷ്യം, ഇന്ന് ചെന്നാൽ ചിലപ്പോ വീട്ടിൽ പോലും കേട്ടില്ല, അതുകൊണ്ട് ഇന്ന് പോകണ്ടെന്ന് പറഞ്ഞു. ഒരു വെനസ്ഡേ ആയപ്പോ, സൺഡേ ആണ് ഇത് നടക്കുന്നത്, വെനസ്ഡേ ഞാൻ വീണ്ടും വിളിക്കുകയാണ്. എന്നോട് പറഞ്ഞു, ബേസിലെ 2 ദിവസം അവിടെ വെയിറ്റ് ചെയ്യാം. അപ്പൊ എന്റെ ഹൃദയം ഇങ്ങനെ അസ്വസ്ഥമാകുകയാണ്. അടുത്ത സാറ്റർഡേ ആയപ്പോഴേക്കും ഞാൻ വിളിച്ചു, ഇനി പോകാതിരുന്നാൽ ശരിയാവില്ല, നാളെ പള്ളിയിൽ ആരാധനയ്ക്ക് വരുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ അടുക്ക പോകണമെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ രണ്ടുപേരുടെ ബൈക്കിൽ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോവാണ്. ബൈക്കിന്റെ അടുത്തേക്ക് എല്ലാം എന്റെ ചങ്ക് കടന്ന് പിടയ്ക്കുകയാണ്. കാരണം ഇദ്ദേഹം ഭയങ്കര ദേഷ്യക്കാരനാണ്, ചിലപ്പോ വീട്ടിൽ പോലും ഗേറ്റില്ല. എന്തായാലും ഞാൻ ബൈക്ക് ഓടിച്ച്, ഗേറ്റ് ഓപ്പൺ ആയിരുന്നു, ബൈക്ക് ഓടിച്ച് നേരെ കാർ ഫോർച്ചിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് ചാടി വീടിനകത്ത് കയറി. കാരണം കയറണ്ടെന്ന് പറയുന്നതിന് മുമ്പ് അകത്ത് കയറിയേക്കാവുന്നത്. അകത്ത് കയറി അദ്ദേഹത്തിന്റെ വീടിന്റെ ലിവിംഗ് റൂമിൽ ഇരിപ്പുണ്ട്. ഞാൻ നേരെ ചെന്ന് കെട്ടിപ്പിടിച്ച് പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, ഞാൻ പറഞ്ഞത് തെറ്റായിപ്പോയി, എന്നോട് പൊറുക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹം എന്നോട് ഒരു വാക്ക് പോലും പറഞ്ഞില്ല. അദ്ദേഹത്തിന്റെ ഭാര്യയോട് പറഞ്ഞു, ഒരു പായ എടുത്തോണ്ട് വരാൻ പറഞ്ഞു. പായ താഴെ ഇട്ടു. ഞങ്ങള് 4 പേരും കൂടെ, ഞാനും എൻ്റെ കൂടെ വന്ന ആ ദൈവദാസനും ആ അങ്കിളും ആ ആന്റിയും, ഞങ്ങൾ 4 പേരും കൂടെ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ ഇടയായി. ഞാൻ പറയട്ടെ, 1.5 മണിക്കൂർ സമയം ഞങ്ങള് പ്രാർത്ഥിക്കുകയായിരുന്നു. എന്തൊക്കെയാ പ്രാർത്ഥിച്ചു? പ്രത്യേകിച്ച് ഒരു വിഷയമല്ല. ഞങ്ങള് ക്ഷമ ചോദിച്ചും അനുഗ്രഹിച്ചും പരസ്പരം അനുഗ്രഹിച്ചും ഞങ്ങൾ പ്രാർത്ഥിക്കാനായിട്ടിടയായത്. ഞാൻ പറഞ്ഞതിന്റെ കാരണം, ഇന്ന് രാവിലെ കൂടെ ഞങ്ങൾ സൂം മീറ്റിംഗ് ഓൺലൈനിൽ ഞങ്ങൾ ഒരുമിച്ച് വിശേഷം പങ്കുവെച്ച് ഒരുമിച്ച് ഞങ്ങൾ ദൈവത്തെ ആരാധിച്ചു. ഞാൻ പറഞ്ഞത്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ കോൺഫ്ലിക്ട്സുകളൊക്കെ ഒരുപാട് വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ വീട്ടിനകത്ത് തന്നെ കോൺഫ്ലിക്ട്സ് ഉള്ളവരുണ്ട്. എനിക്കറിയാം, ചില ടീനേജേഴ്സ് ആൻഡ് യൂത്ത്സ് സ്വന്തം പിതാവിനോട് സംസാരിച്ചിട്ട് ആഴ്ചകളും മാസങ്ങളുമായവരെ എനിക്കറിയാം. Going through conflicts. We are mediators. ചിലപ്പോൾ നമ്മുടെ കൂട്ടുകാരായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ ഫാമിലിയിൽ തന്നെയുള്ളവരായിരിക്കാം. We have to act as mediators so that the peace will be established. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോകാം. പേഴ്സണൽ ഡയമെൻഷൻ ഓഫ് ലീഡർഷിപ്പ്. ഒന്നാമത്തേത്, ദ വാല്യൂ ഓഫ് ഹ്യൂമൻ ബീയിങ്സ്. എന്തൊക്കെയാണ് പേഴ്സണൽ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥമാക്കുന്നത്? ഒന്നാമത്തേത്, ദ വാല്യൂ ഓഫ് ഹ്യൂമൻ ബീയിങ്സ്. എ യുണീക് വാല്യൂ ബൈ ക്രിയേഷൻ. ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യർക്കും ഒരു യുണീക്നെസ് ഉണ്ട്. എന്താ യുണീക്നെസ്? ബൈബിളിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, Psalms 139 verse 14. I praise you because I am fearfully and wonderfully made. Your works are wonderful. I know that full well. ദൈവമേ, നീ എന്നെ ഭയങ്കരവും അതിശയകരവുമായി സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. We know that we are unique. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, all of us are unique. ഞാൻ മാത്രമല്ല യൂണിക്, ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും യൂണിക് ആണ്. So as a leader we have to count everyone as unique. അതാണ് നാം മനസ്സിലാക്കേണ്ട ഒരു ചിന്ത. മാത്രമല്ല, റിഡംഷൻ ക്രിയേറ്റ്സ് ഇൻഫിനിറ്റ് വാല്യൂ ഓഫ് ഹ്യൂമൻ ലൈഫ്. യേശു കർത്താവ് ഓരോ മനുഷ്യർക്കും വേണ്ടിയാണ് കാൽവരി ക്രൂശിൽ മരിച്ചത്. ജോൺ 3:16 നമ്മൾ വായിക്കുന്നു, ഫോർ ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ്
that he gave his one and only son, that whoever believes in him shall not perish, but have eternal life. ഒരു മനുഷ്യൻ പോലും നശിച്ചു പോകരുത്, ഒരാൾ പോലും നഷ്ടപ്പെട്ടു പോകരുത്. ആ ആഗ്രഹത്തോടെയാണ് കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ചത്. അപ്പോൾ സൃഷ്ടി കൊണ്ട് എല്ലാവരും വളരെ വാല്യുബിൾ ആണ്. മാത്രമല്ല, വീണ്ടെടുക്കാൻ വേണ്ടി ഓരോ മനുഷ്യർക്കും വേണ്ടി കൊടുത്ത വില നോക്കിയാൽ ഓരോരുത്തരും യുണീക്കാണ്. മാത്രമല്ല, ഗോഡ്സ് എവർലാസ്റ്റിംഗ് ലവ് ഡിറ്റർമിൻസ് ആൻ എറ്റേണൽ വാല്യൂ ഓഫ് ഹ്യൂമൻ ബീയിങ്സ്. നമ്മൾ ഓരോരുത്തരും, നമുക്ക് വേണ്ടി കർത്താവ് മരിച്ചു, എന്നിട്ടും നമ്മൾ എത്രയോ പ്രാവശ്യം ദൈവസന്നിധിയിൽ നിന്ന് തെറ്റിപ്പോയി. കർത്താവ് നമ്മളെ ഒരിക്കലും തള്ളിക്കളഞ്ഞില്ല, കർത്താവ് നമ്മളെ ഒരിക്കലും ഉപേക്ഷിച്ച് കളഞ്ഞില്ല. കർത്താവ് വീണ്ടും വീണ്ടും നമുക്ക് അവസരം തരികയാണ്. എങ്ങനെ? എവർലാസ്റ്റിംഗ് ലവ്. ജെറമ്യാ 31:3 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, ഐ ഹാവ് ലവ്ഡ് യു വിത്ത് ആൻ എവർലാസ്റ്റിംഗ് ലവ്. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ വലിയ സ്നേഹം ഓരോരുത്തർക്കും വേണ്ടി കൊടുത്തത് ഓർത്താൽ ഓരോരുത്തരുടെയും വില നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പത്രോസ് അപ്പോസ്തലൻ യേശുവിനെ 3 വട്ടം തള്ളി പറഞ്ഞു, പക്ഷെ കർത്താവ് അദ്ദേഹത്തിന് സെക്കൻഡ് ചാൻസ് കൊടുത്തു. എവർലാസ്റ്റിംഗ് ലവ്, മായാത്ത സ്നേഹത്താൽ കർത്താവ് സ്നേഹിച്ചു എന്നുള്ളത് ഓർക്കുമ്പോൾ ഓരോരുത്തരുടെയും വില. കർത്താവ് ഒരിക്കലും ഒരു ഉപമ പറഞ്ഞു. ഒരു മനുഷ്യന് 100 ആടുണ്ട് എന്നിരിക്കട്ടെ, അല്ലേ? ലൂക്ക് 15 നമ്മൾ വായിക്കുന്ന പാരബിളാണ്. അവിടെ വായിക്കുന്നത്, അതിൽ ഒരു ആടിനെ കാണാതെ പോയപ്പോൾ എന്താ സംഭവിച്ചത്? ആ ഇടയൻ 99 ആടിനെയും വിട്ടേച്ച് ആ ഒരു ആടിനെ തേടിപ്പോയതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. ഒരാടിന് വേണ്ടി 99 ആടിനെ അവിടെ വിട്ടിട്ട് പോയി. അതിന്റെ അർത്ഥം എന്താ? ആ ഒരാട് നഷ്ടപ്പെടാൻ പാടില്ല. ഈ 99നെ സേഫ് ആക്കുക എന്നുള്ളതല്ല ഈ ഷെപ്പേർഡിന്റെ പ്രയോറിറ്റി. ഈ ഒരെണ്ണത്തിന്റെ വില നമ്മളെ കാണിച്ചു തരികയാണ്. നമ്മൾ ഓരോരുത്തരും കർത്താവിന്റെ കണ്ണിൽ വിലയേറിയവരാണെങ്കിൽ നാം ഒരു ലീഡർ എന്ന നിലയിൽ വി ഹാവ് ടു give value to every human being. രണ്ടാമത്, a leader's relationship to human beings. A leader's relationship to human beings. ഒരു ലീഡർ എന്ന നിലയിൽ നമുക്കുണ്ടായിരിക്കേണ്ട ചില ബന്ധങ്ങൾ. We have to learn appreciation. അപ്രീസിയേഷൻ ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? നമ്മളെ കുറിച്ച് ആരെങ്കിലും ഒരു നല്ല വാക്ക് പറയുന്നത് കേൾക്കാൻ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? എനിക്ക് വളരെ ഇഷ്ടമാണ് കേട്ടോ. എന്നെ കുറിച്ച് ആരെങ്കിലും നല്ല കാര്യം പറയുകയാണെങ്കിൽ കേൾക്കാൻ വലിയ ഇഷ്ടമാണ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. നദനിയേൽ ഇന്ന് പാട്ട് പാടിയപ്പോ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഒരു ലോഗിനി കൂടെ ആ സൗണ്ട് വന്നത്, വേറൊരു ലോഗിനി കൂടാണ് വീഡിയോ വന്നത്. വളരെ മനോഹരമായിട്ട് പ്ലാൻ ചെയ്ത് ഒരു പാട്ടേ പാടിയുള്ളെങ്കിലും അതിനു വേണ്ടി ഒരുപാട് വർക്ക് ചെയ്ത് നദനിയേൽ പാട്ട് പാടുക. എത്ര ഹാർഡ് വർക്ക് ചെയ്തു. അപ്പോ അങ്ങനെ ഒരു കാര്യം കണ്ടിട്ട് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാതെ പോയാൽ അത് ആസ് എ ലീഡർ നമ്മളൊരു പരാജയമാണെന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, വി ഹാവ് ടു ലേൺ അപ്രീസിയേഷൻ. നമുക്കത് പഠിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു വ്യക്തിയാണ് പൗലോസ് അപ്പോസ്തലൻ. റോമൻസ് 16:3-4 നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്, ഗ്രീറ്റ് പ്രിസ്കില ആൻഡ് അക്വില, മൈ കോവർക്കേഴ്സ് ഇൻ ക്രൈസ്റ്റ് ജീസസ്, they risk their lives for me. അവർ എനിക്ക് വേണ്ടി അവരുടെ ജീവൻ പോലും പണയം വെച്ചു. പൗലോസ് ലേഖനം എഴുതുമ്പോൾ അത് പ്രത്യേകിച്ച് കമന്റ് ചെയ്യുകയാണ്, അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. നമ്മൾ പൗലോസിന്റെ ലേഖനങ്ങളിലൂടെ എല്ലാം കടന്നു പോകുമ്പോൾ ഈ ഒരു നേച്ചർ പൗലോസ് ആസ് എ ലീഡർ തന്റെ ജീവിതത്തിൽ ഉടനീളം, ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് പൗലോസിന്റെ ജീവിതത്തിലുടനീളം കാണുവാനായിട്ട് കഴിയും. രണ്ടാമത്, ഒരു ലീഡർ എന്ന നിലയിൽ respect each of the followers. Romans 16:1 നമ്മൾ വായിക്കുന്നു, I ask you to receive favor in the Lord in a way worthy of his people, for she has been the benefactor of many people including me. ഫേബയെ കുറിച്ച് പറയുകയാണ്. ഫേബ എന്നൊരു ശുശ്രൂഷക്കാരിയെ കുറിച്ച് പറയുകയാണ്. അവൾ വളരെ പ്രയോജനമുള്ളവളാണ്, അവള് ഒത്തിരി പ്രയോജനമുള്ളവളാണ്, ഒത്തിരി ശുശ്രൂഷ ചെയ്യുന്നവളാണ്. ഫേബ ചെയ്ത ഒരു കാര്യത്തെ അവളെ കുറിച്ച് പറയാണ്, റിസീവ് ഫേബ ഇൻ ദ ലോർഡ് ഇൻ എ വേ വർത്തി ഓഫ് ഹിസ് പീപ്പിൾ. ആദരവോടെ ബഹുമാനത്തോടെ അവളെ സ്വീകരിക്കുവാൻ പൗലോസ് അപ്പോസ്തലൻ ഓർമ്മപ്പെടുത്തുകയാണ്. മാത്രമല്ല, നമ്മൾ വായിക്കുന്നു സ്നേഹത്തെ കുറിച്ച് നമ്മൾ ഇന്നലെയും ചിന്തിച്ചു. എ പേഴ്സൺ ദാറ്റ് ലവ്സ് പ്രോഗ്രാംസ് ആൻഡ് പ്രോജക്ട്സ്
computers and change, but does not really love people from the depth of his or her heart, is not suitable for a leadership position. സ്നേഹത്തിന് പകരം വെക്കാൻ വേറൊന്നുകൊണ്ട് സാധ്യമല്ല. പ്രോഗ്രാമൊക്കെ വിജയമായിരിക്കും, പ്രോജക്റ്റുകളൊക്കെ സക്സസ്ഫുൾ ആയിരിക്കും, പക്ഷെ ലീഡർഷിപ്പ് പൊസിഷന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ലവ്, എ ലീഡേഴ്സ് റിലേഷൻഷിപ്പ് ടു ഹ്യൂമൻ ബീയിങ്സ്. പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് വേണ്ടി മരിക്കാനും ഞാൻ തയ്യാറാണ്. ഐ ആം റെഡി ടു ഡൈ ഫോർ യു. അതിന്റെ കാരണം കൂടെ പറഞ്ഞു, ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കും. എന്താണ് പൗലോസിനെ ഒരു നേതാവ് എന്ന നിലയിൽ ഇത്രയേറെ ശുശ്രൂഷ ചെയ്യുവാൻ പ്രേരിപ്പിച്ചത്, അല്ലെങ്കിൽ കാരണമായി തീർന്നത്? അതിനൊറ്റ കാരണമേ ഉള്ളൂ, ഹിസ് ലവ് ഫോർ ദ പീപ്പിൾ. നാലാമതായി ഫോർഗീവ്നെസ്. ഇന്നലെ നമ്മള് മാർക്കിനെ കുറിച്ചൊരു വാക്യം വായിച്ചു. പൗലോസും ബർണബാസും തമ്മിൽ ഒരു വലിയ കോൺഫ്ലിക്റ്റ് ഉണ്ടായി. എന്താണ് ആ കോൺഫ്ലിക്റ്റ് ഉണ്ടായതിന്റെ കാരണം? ഈ മാർക്കിനെ കൂടെ കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് പൗലോസ് പറഞ്ഞു. ബർണബാസ് പറഞ്ഞു അവനെ കൂടെ കൊണ്ടുപോകണം, കാരണം ബർണബാസിന്റെ റിലേറ്റീവ് ആണ് മാർക്ക്. പക്ഷെ പൗലോസ് പറഞ്ഞു അവനെ കൂടെ കൊണ്ടുപോകില്ല, അവനൊരു കൂറില്ലാത്ത ആളാണ്. ഹി ഈസ് നോട്ട് കമ്മിറ്റഡ് ടു ദ ടീം. അവനെ കൂടെ കൊണ്ടുപോകുന്ന പ്രശ്നമില്ലെന്ന് പറഞ്ഞു. ആക്ട്സ് 15 നമ്മൾ അത് വായിക്കുന്നു. ഒരു വലിയ ആർഗ്യുമെന്റ് അവിടെ ഉണ്ടായി. പോൾ ആൻഡ് ബർണബാസ് സെപ്പറേറ്റഡ്. അവർ രണ്ടു വഴിക്കായി, ആ ടീം സ്പ്ലിറ്റ് ആയി. പക്ഷേ തന്റെ ജീവിതത്തിന്റെ അവസാന കാലമായപ്പോൾ പൗലോസ് പറയുന്ന വാക്യമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 2 Timothy 4:11, get Mark and bring him with you because he is helpful to me in my ministry. അവൻ അന്ന് അങ്ങനെയൊക്കെ ആയിരുന്നു, പക്ഷെ അവനോട് ക്ഷമിച്ചു. അവനെ ഇനി മടക്കിക്കൊണ്ടുവാ. ഒരാളെ മടക്കിക്കൊണ്ടുവരുവാൻ പൗലോസ് അവന് രണ്ടാമതൊരു അവസരം കൊടുക്കുകയാണ്. അവനോട് ക്ഷമിച്ച് അവൻ രണ്ടാമതൊരു അവസരം കൊടുക്കുകയാണ്. 1 Corinthians 5 നമ്മളൊരു വ്യക്തിയെ കുറിച്ച് വായിക്കുന്നുണ്ട്, ഒരു പാപിയായ ഒരു മനുഷ്യനെ കുറിച്ച് വായിക്കുന്നുണ്ട്. അവനെതിരെ വളരെ കർശനമായ നടപടികൾ എടുക്കാൻ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. എന്നാൽ രണ്ടാമത്തെ ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുന്നുണ്ട്, അവനോട് പറ, ദുഃഖിച്ചത് മതിയെന്ന്, കരഞ്ഞത് മതിയെന്ന് പറ. ദൈവം ക്ഷമിക്കുന്ന ദൈവമാണ്. ദിസ് ഈസ് ദ ക്വാളിറ്റി ഓഫ് എ ലീഡർ. അടുത്തതായി കോൺഫിഡൻസ്. നമ്മൾ ഫസ്റ്റ് ഡേയിൽ ചിന്തിച്ചൊരു കാര്യമുണ്ട് കോൺഫിഡൻസിനെ കുറിച്ച്. എന്താ ചിന്തിച്ചത്? ഗോഡ് കോൺഫിഡൻസ് ആണോ, കോൺഫിഡന്റ് ആണോ, സെൽഫ് കോൺഫിഡന്റ് ആണോ? അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ്. നമ്മൾ ഫസ്റ്റ് ഡേ പറഞ്ഞതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. ഏറ്റവും ഒടുവിൽ ബിൽഡിംഗ് ബ്രിഡ്ജസ്. പാലം പണിയുന്നവനാണ് ഒരു നല്ല നേതാവ്. 1 Corinthians 1:13 നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്, ഈസ് ക്രൈസ്റ്റ് ഡിവൈഡഡ്? Was Paul crucified for you? Were you baptized in the name of Paul? What was the problem with the Corinthian church? കൊരിന്ത്യൻ ചർച്ചിലെ ഒരു വലിയ പ്രശ്നം, കൊരിന്ത്യൻ ചർച്ചിൽ ഒരു വലിയ ഡിവിഷൻ ഉണ്ടായി. ആ ഡിവിഷനിൽ കുറെ പേര് പൗലോസിന്റെ പക്ഷത്ത് നിൽക്കുകയാണ്. നമ്മളാണെങ്കിൽ എന്ത് ചെയ്തേനെ? അപ്പുറത്തെ പക്ഷത്തുള്ളവരോടെല്ലാം പറഞ്ഞേനെ എന്റെ പക്ഷത്തേക്ക് വരാൻ. പക്ഷെ പൗലോസ് ചോദിക്കുകയാണ്, യേശു വിഭാഗിക്കപ്പെട്ടിരിക്കുന്നുവോ? യേശു വിഭാഗിക്കപ്പെട്ടിരിക്കുന്നു. പൗലോസിന്റെ പക്ഷത്തല്ല നിങ്ങൾ നിൽക്കേണ്ടത്. നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് യേശുവിന്റെ പക്ഷത്ത് വരണം. ആളുകൾ തമ്മിൽ കോൺഫ്ലിക്റ്റിൽ നിൽക്കുമ്പോൾ അവരുടെ ഇടയിൽ ഒരു പാലം പണിയാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് യഥാർത്ഥത്തിൽ ഒരു ലീഡർ എന്ന് പറയുന്നത്. വാസ്തവത്തിൽ യേശു ക്രിസ്തുവാണ് അതിന് ഏറ്റവും നല്ല മാതൃക. മനുഷ്യനും ദൈവവും തമ്മിൽ ഒരു വലിയ വിടവുണ്ടായപ്പോൾ ആ വിടവിലേക്കാണ് കർത്താവായ യേശു ക്രിസ്തു വന്നത്. പാപിയായ മനുഷ്യന്റെയും പരിശുദ്ധനായ ദൈവത്തിന്റെയും ഇടയിൽ ഒരു പാലമായി കർത്താവായ യേശു ക്രിസ്തു കടന്നു വരുന്ന നമുക്ക് കാണുവാനായിട്ട് കഴിയും. മൂന്നാമത്തെ, ഹെൽപ്പിംഗ് ടു ഡെവലപ്പ് ബൈ സീയിങ് ദ പോസിബിലിറ്റീസ് ഓഫ് പീപ്പിൾ. ഒരു വ്യക്തിയെ കണ്ടാൽ ആ വ്യക്തിയുടെ സാധ്യതകളെ മനസ്സിലാക്കാൻ കഴിയുന്നവനാണ് ഒരു യഥാർത്ഥ ലീഡർ. ഒരു നല്ല ലീഡർ എന്ന് പറഞ്ഞാൽ അവനെ കണ്ടാൽ ഉടനെ അവന്റെ കഴിവുകൾ അത് എങ്ങനെ അവൻ പ്രയോജനപ്പെടുന്നവനാണല്ലോ എന്ന് ചിന്തിക്കാൻ കഴിയുന്നവനാണ് ഒരു യഥാർത്ഥ ലീഡർ. A successful leader will always see the possibilities and the promising elements in people. ഒരാളെ കാണുമ്പോൾ, നദനയേലിനെ കാണുമ്പോൾ നമുക്ക് പറയാൻ പറ്റണം, ഇവന് നാളെ ദൈവരാജ്യത്തിന് വേണ്ടി ഒരുപാട്
പാട്ടുകൾ പാടാനായിട്ട് കഴിയും. എയ്മിയെ കാണുമ്പോൾ നമുക്ക് പറയാൻ കഴിയണം, എയ്മിയിലൂടെ ദൈവത്തിന് വലിയ സാധ്യതകളുണ്ട്. ജീസനെ കാണുമ്പോൾ ഒരു നല്ല ലീഡർക്ക് പറയാൻ കഴിയണം, ജീസനെ ദൈവത്തിന് ഒരുപാട് ഉപയോഗിക്കാനുള്ള സാധ്യതകളുണ്ട്. ഇത് മനസ്സിലാക്കാൻ കഴിയുന്നവനാണ് ഒരു യഥാർത്ഥ ലീഡർ എന്ന് പറയുന്നത്. ഫിലേമോന്റെ ലേഖനം 11-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. ഒറ്റ ചാപ്റ്ററേ ഉള്ളല്ലോ. 11-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെയാണ് വായിക്കുന്നത്. ഒനേസിമോസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് പറയുകയാണ്. ഫോർമർലി ഹി വാസ് യൂസ്ലെസ് ടു യു, ബട്ട് നൗ ഹി ഹാസ് ബിക്കം യൂസ്ഫുൾ ബോത്ത് ടു യു ആൻഡ് ടു മീ. നിനക്കും എനിക്കും ഇപ്പോൾ അവൻ വളരെ പ്രയോജനമുണ്ട്. മുൻപ് അവൻ പ്രയോജനമില്ലാത്തവനായിരുന്നു. അവന്റെ സാധ്യതകളെ പൗലോസ് അപ്പോസ്തലൻ തിരിച്ചറിയുകയാണ്. ഒരു നല്ല ലീഡർ മറ്റുള്ളവരിലെ സാധ്യതകളെ തിരിച്ചറിയാൻ കഴിയുന്നവനാകണം. എ ഗുഡ് ലീഡർ വിൽ സർപ്രൈസ് പീപ്പിൾ ബൈ പ്രൊമോട്ടിംഗ് ദ ഗ്രോത്ത് ഓഫ് ദീസ് പീപ്പിൾ വിത്ത് ഹിഡൻ ടാലന്റ്സ്. ചിലപ്പോൾ അവര് തന്നെ തിരിച്ചറിയാത്ത ചില ഗുണങ്ങളൊക്കെ അവരിലുണ്ടാകും. അവർക്ക് അവസരങ്ങൾ കൊടുത്ത് അവരെ വളർത്തിക്കൊണ്ടുവരുന്നവനാണ് ശരിയായ ലീഡർ. ഞാന് കോളേജിൽ പഠിക്കുമ്പോൾ എൻ്റെ കൂടെ എൻ്റെ ഹോസ്റ്റലിൽ എൻ്റെ കൂടെ പഠിച്ച ഒരു കൂട്ടുകാരനുണ്ട്. അവന്റെ പേര് അജു എന്നാണ്. അപ്പൊ അജു ഒരു നാണം കുടുങ്ങിയാണ്, ഭയങ്കര ഷൈ ക്യാരക്ടറാണ്. ഞങ്ങളുമായിട്ടൊക്കെ വലിയ കൂട്ടാ, ഒരു പാവമാണ്. ഈ അജു പാട്ട് പാടും. സ്റ്റേജിൽ ഇരുന്ന് പാടില്ല, ഹോസ്റ്റലിൽ ഞങ്ങളുടെ മുറിയിൽ വന്ന് പാടും. അത് പാടുന്നതോ മടിച്ചേ പാടും. അവര് പാടണമെന്നുണ്ട്, പക്ഷെ പാടാൻ പേടിച്ചാവും പാടുന്നു. മടിച്ചേ പാടും. പക്ഷെ ഞാൻ അവനെ എപ്പോഴും എൻകറേജ് ചെയ്യടാ, ഒരു പാട്ട് പാടും, നീ നന്നായിട്ട് പാടും, നല്ല ശബ്ദമാണ്. പക്ഷെ അവന് പേടിയാ. 4 വർഷം എഞ്ചിനീയറിംഗ് കോഴ്സ് കഴിയാറാകുന്നവർ ഒരിക്കൽ പോലും അവൻ സ്റ്റേജിൽ പാടിയില്ല. ഏറ്റവും ഫൈനൽ ഇയർ അവർ ടൂർ പോകുന്ന സമയത്ത്, അവര് വേറെ ഡിപ്പാർട്ട്മെന്റ്, അവർ IT, ഞാൻ കമ്പ്യൂട്ടർ സയൻസ്. അപ്പൊ IT ഡിപ്പാർട്ട്മെന്റിന്റെ ഇൻഡസ്ട്രിയൽ വിസിറ്റിന് പോയപ്പോ അജു പാട്ട് പാടി. 4 വർഷം അജുവിനോട് പാടാൻ പറഞ്ഞ് ആരെങ്കിലും അവന്റെ പുറകെ നടന്നു. അജു ആ IVയില് ഇൻഡസ്ട്രിയൽ വിസിറ്റിന് പോയപ്പോ പാട്ട് പാടി. അവരുടെ ക്ലാസ്സിൽ വേറെ നല്ല പാട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ആ ക്ലാസ്സിന് ഒരു ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. കാരണം അജു ഒരു പാട്ട് പാടുന്ന ആളാണെന്ന് ആർക്കും അറിയില്ല. ഞാൻ പറഞ്ഞത്, നമ്മുടെ ചുറ്റുപാടുകളിൽ ഇങ്ങനെ ഒരുപാട് പേരുണ്ട്. ചിലപ്പോൾ ഒരിക്കൽ പോലും പ്രസംഗിക്കാത്ത ഒരാളായിരിക്കാം. അവരെ നമ്മൾ പ്രസംഗിച്ച് കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ആദ്യമായിട്ട് പ്രസംഗിച്ച അനുഭവം, ഒരു പ്രെയർ മീറ്റിംഗ് നടക്കുകയാണ്. പ്രെയർ മീറ്റിംഗിൽ പ്രസംഗിക്കാൻ ഒരാളുണ്ട്. ഒരു കോട്ടേജ് മീറ്റിംഗ് ആണ്. ആ കോട്ടേജ് മീറ്റിംഗ് തീരാറായപ്പോ പ്രസംഗിച്ച ആൾ ഒരു 10 മിനിറ്റ് നേരത്തെ നിർത്താൻ പോവുക എന്ന് കണ്ടപ്പോ ആ മീറ്റിങ്ങിന് ലീഡ് ചെയ്യുന്ന ആള് അവിടെ ഇരുന്നുകൊണ്ട് കണ്ണുകൊണ്ട് എന്നോട് പറഞ്ഞു, എഴുന്നേറ്റ് പ്രസംഗിക്കാൻ പറഞ്ഞു. ഞാൻ പ്രസംഗിക്കില്ല. കണ്ണുരുട്ടി എന്നെ പേടിപ്പിച്ചു. എന്തായാലും അന്ന് എഴുന്നേറ്റ് നിന്ന് കുറെ മണ്ടത്തരങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞു. എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. ഞാൻ മനസ്സിൽ വിചാരിച്ച പോലല്ല, മനസ്സിൽ വിചാരിച്ചതിന്റെ വിപരീതമായിട്ടൊക്കെയാണ് പുറത്തു വന്ന വാക്കുകൾ കൺവേ ചെയ്തത്. പക്ഷെ ഇന്ന് ഞാൻ അനേക സ്ഥലങ്ങളിൽ പോയി പ്രസംഗിക്കാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. ഞാൻ പറയട്ടെ, നമ്മളെ ഓരോരുത്തരെയും കാണുമ്പോൾ നമ്മുടെ ചില ലീഡേഴ്സ്, നമ്മുടെ ചില പേരൻസ് ഒക്കെ നമ്മളെ കുറിച്ച് അവർക്ക് ചില കാഴ്ചപ്പാടുകളുണ്ട്. ഒരുപക്ഷെ നിങ്ങളിൽ പലർക്കും അറിയാവുന്ന ഒരാളായിരിക്കും ഒരു പൗലോസ് പാറേക്കര എന്ന് പേരുള്ള ഒരു അച്ഛൻ. അദ്ദേഹം വളരെ പ്രശസ്തനായ ഒരു കൺവെൻഷൻ പ്രസംഗകനാണ്. ഒരിക്കൽ ഒരു ചെറിയ മീറ്റിംഗിൽ അച്ഛൻ പ്രസംഗിക്കാൻ വന്നപ്പോ, അച്ഛൻ വരുന്നതിന് മുമ്പുള്ള ഒരു 5 മിനിറ്റ് ഞാനാ പ്രസംഗിച്ചത്. അപ്പൊ അച്ഛൻ വന്നിരുന്നപ്പോ ഞാനിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അപ്പോ മീറ്റിംഗ് കഴിഞ്ഞപ്പോ അച്ഛൻ എന്നോട് പറഞ്ഞു, ബേസിലെ ഞാനൊരു ഗിഫ്റ്റ് തരാട്ടോ എന്ന് പറഞ്ഞു. എന്തായിരുന്നു ഗിഫ്റ്റ് എന്നറിയാമോ? എന്റെ പ്രസംഗത്തിന്റെ കുഴപ്പങ്ങളെല്ലാം അച്ഛനൊരു പേപ്പറിൽ എഴുതി എനിക്ക് തന്നു. എന്നിട്ട് ആ പേപ്പറിൽ ഒരു ചെറിയ പേപ്പറാ, ഒരു ചെറിയ ഈ നമ്മള് സ്റ്റിക്കി നോട്ട്സ് ആണ്. അതിന്റെ പേപ്പറിൽ അച്ഛൻ എഴുതി തന്നത് എന്താണെന്നറിയാമോ? ഒരു വശത്ത് എന്റെ പ്രസംഗത്തിന്റെ കുഴപ്പങ്ങളൊക്കെ എഴുതി, മറുവശത്ത് അത് എങ്ങനെ പരിഹരിക്കാമെന്ന് എഴുതി. എന്നിട്ട് ഏറ്റവും താഴെ എഴുതി, നിരാശപ്പെടരുത്, വീണ്ടും പരിശ്രമിക്കുക എന്ന് പറഞ്ഞ് എനിക്ക് തന്നു. ഞാൻ ആ പേപ്പർ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും അച്ഛനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞതിന്റെ കാരണം എന്താണെന്നറിയാമോ? നമ്മളിലുള്ള സാധ്യതകളെയൊക്കെ
നോക്കി കാണാൻ ചില ആളുകൾക്ക് കഴിയും. നമ്മൾ ആരും ഇന്ന് നമ്മൾ ചെയ്യുന്നത് പോലല്ല. ഇപ്പോൾ നദനയേല് ഗിറ്റാർ വായിച്ച് പാട്ട് പാടിയത് കാണുമ്പോൾ ഒരുപക്ഷെ നാളെ നദനയേൽ ആരായി തീരുമെന്ന് നമുക്ക് ഇമാജിൻ ചെയ്യാൻ എല്ലാവർക്കും പറ്റണമെന്നില്ല. പക്ഷെ ഒരു നല്ല ലീഡർ ഇങ്ങനെ ചിന്തിക്കും, അവനിലുള്ള സാധ്യതകളെ കുറിച്ച് മനസ്സിലാക്കുവാനായിട്ടിടയായി തീരും. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകട്ടെ. അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു ബർണബാസ്. ആക്ട്സ് 9:26 പൗലോസ് മാനസാന്തരപ്പെടുകയാണ്. ശൗൽ മാനസാന്തരപ്പെട്ട ശൗൽ യെരുശലേമിൽ വന്നു. When he came to Jerusalem, he tried to join the disciples, but they were all afraid of him, not believing that he really was a disciple. കാരണം തൊട്ടു മുമ്പ് വരെ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്ന ഒരു ശൗലാണ്. പക്ഷേ ആ ശൗലിനെ ശിഷ്യന്മാർക്ക് അടുപ്പിക്കാൻ ഒരു പേടി. എന്നാൽ ബർണബാസ് അവനെ കണ്ടപ്പോൾ മനസ്സിലായി, ഇവന് ദൈവസന്നിധിയിൽ വലിയ സാധ്യതയുണ്ട്. എന്താ ചെയ്തതെന്ന് അറിയാമോ? തൊട്ടടുത്ത വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ബട്ട് ബർണബാസ് took him and brought him to apostles. പൗലോസിനെ അപ്പോസ്തലന്മാരുടെ അടുക്കിലേക്ക് കൊണ്ടുവന്നു. അവരോട് പറഞ്ഞു, ഇവൻ യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെട്ടതാണ്. അവൻ നമ്മളെ ആരെയും പീഡിപ്പിക്കാൻ വേണ്ടി വരുന്നതല്ല. അവന്റെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ ഒരു മാനസാന്തരം ഉണ്ടായി. ഈ അപ്പോസ്തല പ്രവൃത്തികളിൽ ആദ്യത്തെ ചില അധ്യായങ്ങളിൽ ബർണബാസ് പൗലോസിനെയാണ് കൊണ്ടുപോയതെങ്കിൽ പിന്നീട് അപ്പോസ്തല പ്രവൃത്തികളിൽ ബർണബാസിനെ കാണാൻ പോലുമില്ല. 15-ാം അധ്യായത്തിന് ശേഷം പൗലോസ് വളരെ ശ്രേഷ്ഠനായി ക്രൈസ്തവ സമൂഹത്തെ, ക്രൈസ്തവ ലോകത്തെ മാറ്റിമറിക്കുന്ന ഒരു നേതാവായി വളർന്നു വരുവാനായിട്ടിടയായി തീർന്നു. നമുക്കറിയാം, ബൈബിളിലെ 17 ലേഖനങ്ങൾ പൗലോസ് അപ്പോസ്തലൻ എഴുതുവാനായിട്ടിടയായി, 14 ലേഖനങ്ങൾ പൗലോസ് അപ്പോസ്തലൻ എഴുതാനായിട്ടിടയായി തീർന്നു. ഞാൻ പറഞ്ഞത്, ആദ്യം പൗലോസിനെ കണ്ടപ്പോൾ അവന്റെ സാധ്യതകളെ തിരിച്ചറിഞ്ഞത് ഈ ബർണബാസ് ആണ്. ഇതാണ് ഒരു വലിയ നേതാവിന്റെ പ്രത്യേകത. മാത്രമല്ല, ഹെൽപ്പിംഗ് ടു ഡെവലപ്പ് ത്രൂ മെന്ററിംഗ് പീപ്പിൾ. ഒരു നല്ല നേതാവിന്റെ പ്രത്യേകതയാണ് ആളുകളെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളത്. ഒരു വ്യക്തിയിലുള്ള സാധ്യതകൾ കാണുക മാത്രമല്ല, അവനെ മെന്റർ ചെയ്യുക. ഫസ്റ്റ് തിമോത്തി 1:1-2 നമ്മൾ വായിക്കുന്നത്, പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിനെ കുറിച്ച് ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമുണ്ട്, മൈ ട്രൂ സൺ ഇൻ ദ ഫെയ്ത്ത്. വിശ്വാസത്തിൽ എന്റെ മകനാണ് തിമോത്തിയോസ്. അതിന്റെ അർത്ഥം തിമോത്തിയോസിനെ ആത്മീയമായിട്ടൊരു ജനനം ഉണ്ടായി, ആത്മീയമായി അവനെ വളർത്തിക്കൊണ്ടുവന്നു. അതിന്റെ കാരണം പൗലോസ് അപ്പോസ്തലനാണ്. പൗലോസ് അപ്പോസ്തലൻ എത്ര നന്നായി തിമോത്തിയോസ് എന്ന ചെറുപ്പക്കാരനെ മെന്റർ ചെയ്യാനായിട്ടിടയായി. മെന്ററിംഗ് ഈസ് എ കൈൻഡ് ഓഫ് ക്ലോസ് റിലേഷൻഷിപ്പ്. മെന്ററിംഗ് എന്ന് പറയുന്നത് വ്യക്തിപരമായ ആഴമേറിയ ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. വളരെ ആഴമേറിയ ബന്ധത്തിലൂടെ ഒരു വ്യക്തിയുടെ ജീവിതത്തെ വളർത്തിയെടുക്കുക. ഉപദേശമല്ല മെന്ററിംഗ് കേട്ടോ. പലരും അങ്ങനെ ചിന്തിക്കുന്നത്, കുറെ കാര്യങ്ങൾ ഉപദേശിക്കുന്നതാണ് മെന്ററിംഗ് എന്ന പലരും. നോ, മെന്ററിംഗ് ഈസ് എ കൈൻഡ് ഓഫ് ക്ലോസ് റിലേഷൻഷിപ്പ്. ആഴമേറിയ ബന്ധം. ആഴമേറിയ ബന്ധം എന്ന് പറഞ്ഞാൽ അതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് റിലേഷൻഷിപ്പ് ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് എക്സ്പീരിയൻസ്. ബന്ധം മാത്രമല്ല, എന്റെ ജീവിതാനുഭവങ്ങളിലൂടെ എന്റെ ശിഷ്യനായിട്ടുള്ള വ്യക്തി, എന്റെ ഫോളോവറെ ഞാൻ ട്രെയിൻ ചെയ്യുകയാണ്. പൗലോസും തിമോത്തിയോസുമാണ് അതിന് ഏറ്റവും നല്ല ഒരു ഉദാഹരണമായിട്ട് ബൈബിളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ടോം കാൻഡി, അമേരിക്കൻ ഫുട്ബോൾ ടീമായ ഡാളസ് കൗബോയുടെ ഒരു കോച്ചാണ് ടോം കാൻഡി. അദ്ദേഹം പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, ദ ജോബ് ഓഫ് എ ഫുട്ബോൾ കോച്ച് ഈസ് ടു മേക്ക് മെൻ ഡു what they don't want to do in order to achieve what they have always wanted to be. ഒരു കളിക്കാരൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, പക്ഷെ അതിനുവേണ്ടി ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. അത് ചെയ്യാൻ അവരെ എൻകറേജ് ചെയ്യുന്ന, അവരെ നിർബന്ധിക്കുന്ന, അവരെ പ്രേരിപ്പിക്കുന്ന വ്യക്തിയാണ് ഒരു യഥാർത്ഥ കോച്ച് എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും നല്ല ഒരു ഫുട്ബോൾ കളിക്കാരനാകണമെന്ന് പലർക്കും ആഗ്രഹം ഉണ്ടാകും. നല്ലൊരു ക്രിക്കറ്റ് കളിക്കാരനാകണമെന്ന് പലർക്കും ആഗ്രഹം ഉണ്ടാകും. നല്ലൊരു പാട്ടുകാരനാകണമെന്ന് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാകും. പക്ഷെ പാട്ടുകാരനാകണമെങ്കിൽ അതിനുവേണ്ടി ഒരുപാട് പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യുവാൻ നമുക്ക് പലർക്കും താല്പര്യമില്ല. നമുക്കെല്ലാം വലിയ പാട്ടുകാരനാകാൻ ആഗ്രഹമുണ്ട്, പക്ഷെ അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്യാൻ ഇഷ്ടമില്ല. പക്ഷെ പ്രാക്ടീസ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന വ്യക്തിയാണ് യഥാർത്ഥ കോച്ച് എന്ന് പറയുന്നത്. എൻ്റെ മൂത്ത മക്കൾ, അവർ ട്വിൻസ് ആണ്, അവർക്ക് 9 വയസ്സ് പ്രായമുണ്ട്. ഇപ്പൊ ഞാൻ ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ അവിടെ ഇരുന്ന് കീബോർഡ് പ്രാക്ടീസ് ചെയ്യുന്ന ചെറുതായിട്ട് എനിക്ക് കേൾക്കാം.
അവൻ എന്നോട് പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, അപ്പ ഞാൻ കീബോർഡ് ക്ലാസ്സിൽ പോകുന്നത് നിർത്തിക്കോട്ടെ. ഞാൻ അവനെ എൻകറേജ് ചെയ്ത് കഴിഞ്ഞ ആഴ്ച ഞാൻ അവരോട് ചോദിച്ചു, എടാ നമുക്ക് കീബോർഡ് ക്ലാസ് നിർത്തിയാലോ? അവൻ പറഞ്ഞു, നോ വേണ്ട, എനിക്ക് പഠിക്കണം. കാരണം അവൻ ഇപ്പോ ഞാൻ പറയാതെ തന്നെ എല്ലാ ദിവസവും ഒരു 3/4 മണിക്കൂറെങ്കിലും കുറഞ്ഞത് അവൻ പ്രാക്ടീസ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത്, ഒരു സമയം വരെ അവരെ മെന്റർ ചെയ്ത് വളർത്തേണ്ടത് ആവശ്യമായിട്ടുണ്ട്. ഇനിയും ചിലപ്പോൾ അവന്റെ ഇൻട്രസ്റ്റ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷെ അപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് മെന്റർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഒരു ലീഡർഷിപ്പ് ഇൻഫ്ലുവൻസിങ് ലീഡർ എന്ന നിലയിൽ നമ്മെ കുറിച്ച് ആഗ്രഹിക്കും. ഞാൻ ഏറ്റവും അവസാനത്തെ ഭാഗത്തേക്ക് വരികയാണ്. ഞാൻ 2 മിനിറ്റിനുള്ളിൽ ക്ലോസ് ചെയ്യാം. ദ പ്രൈസ് ടാഗ് ഓഫ് ലീഡർഷിപ്പ്. ഒരു ലീഡർ കൊടുക്കേണ്ടതായ വില എന്താ? ഒരു ലീഡറുടെ വില എന്താ? അല്ലെങ്കിൽ അവൻ അതിനു വേണ്ടി കൊടുക്കേണ്ട വില എന്താണ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് സെൽഫ് ഡിസിപ്ലിൻ. ഒരു ലീഡർ ആകാൻ ഞാനും നിങ്ങളും ആഗ്രഹിക്കുമ്പോൾ ബാക്കി എല്ലാം ഉണ്ടായാലും സെൽഫ് ഡിസിപ്ലിൻ ചെയ്യാത്ത ഒരു വ്യക്തിക്ക് ഒരിക്കലും ഒരു നല്ല ലീഡർ ആകാൻ കഴിയില്ല. നമുക്ക് പലർക്കും ലീഡർ ആകാൻ ഇഷ്ടം ഉള്ളതിന്റെ ഒരു കാരണം എന്നാണെന്നറിയാമോ? എന്നെ ആരും പഠിപ്പിക്കാൻ വരില്ലല്ലോ എന്ന ചിന്തയാണ്. പക്ഷെ ആരാണ് ഒരു യഥാർത്ഥ ലീഡർ? സ്വയം പഠിപ്പിക്കുന്ന, സ്വയം ഡിസിപ്ലിൻ ചെയ്യുന്ന വ്യക്തിയാണ് യഥാർത്ഥ ലീഡർ. ഫസ്റ്റ് തിമോത്തി 4:8 പറയുകയാണ്, ഫോർ ഫിസിക്കൽ ട്രെയിനിങ് ഈസ് ഓഫ് സം വാല്യൂ ബട്ട് ഗോഡ്ലിനെസ് ഹാസ് വാല്യൂ ഫോർ ഓൾ തിങ്സ് ഹോൾഡിംഗ് പ്രോമിസ് ഫോർ ബോത്ത് ദ പ്രസന്റ് ലൈഫ് ആൻഡ് ദ ലൈഫ് ടു കം. ശാരീരികമായ ഫിസിക്കൽ ട്രെയിനിങ് അത് അല്പം പ്രയോജനമുള്ളത്. പക്ഷെ സ്പിരിച്വൽ ഡിസിപ്ലിനോ ഗോഡ്ലിനെസ് അല്ലെങ്കിൽ ആത്മീയ അഭ്യാസം ചെയ്യുന്നത് അത് ഈ ഭൂമിയിൽ മാത്രമല്ല നിത്യതയിലും വളരെ പ്രയോജനമുള്ളതാണ്. അതായത് അവിടെ പറയുന്നൊരു കാര്യം സെൽഫ് ഡിസിപ്ലിനെ കുറിച്ചാണ്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഞാൻ എല്ലാവരോടും പ്രസംഗിച്ചിട്ട് ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് ഞാൻ എന്നെ തന്നെ ഡിസിപ്ലിൻ ചെയ്യുന്നു എന്ന് കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. അതിന്റെ അർത്ഥം സെൽഫ് ഡിസിപ്ലിന്റെ ഇമ്പോർട്ടൻസ് ആണ്. The first victory of every great man was over themselves. എല്ലാ മഹാന്മാരുടെയും ജീവിതത്തിലെ ഒന്നാമത്തെ വിജയം അവരവരുടെ ജീവിതത്തെ തന്നെ അവർക്ക് ജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. നമുക്ക് രാവിലെ കുറച്ചു നേരം കൂടെ ഉറങ്ങണമെന്നുണ്ട്. എല്ലാവരും ഇരുന്ന് പഠിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ നമുക്ക് കളിക്കാൻ പോകണമെന്നുണ്ട്. പക്ഷെ പഠിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന നമ്മളെ തന്നെയാണ് ആദ്യം ജയിക്കേണ്ടത്. ലീഡേഴ്സ് ക്യാൻ നെവർ ടേക്ക് അതേഴ്സ് ഫർദർ ദാൻ ദേ ഹാവ് ഗോൺ ദംസെൽവ്സ്. ഞാൻ പോകാത്ത ഒരു തലത്തിലേക്ക് എന്റെ ഫോളോവേഴ്സിനെ കൊണ്ടുപോകാനായിട്ട് എനിക്ക് ഒരിക്കലും പറ്റില്ല. ഞാൻ പോകാത്ത ഒരു തലത്തിൽ ഒരിക്കലും എന്റെ ഫോളോവേഴ്സിനെ എനിക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. വേറെ ആരെങ്കിലും എന്റെ ഫോളോവേഴ്സിനെ കൊണ്ടുപോകേണ്ടതായിട്ട് വരും. അതുകൊണ്ട് നമ്മളാണ് മുന്നിൽ പോകേണ്ടത് എന്നുള്ളത് നാം മറന്നു പോകരുത്. D.L. മൂഡി ലോകം കണ്ട ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രസംഗകനാണ്. അദ്ദേഹം പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്. അദ്ദേഹത്തോട് ഒരിക്കലും ഒരാൾ ചോദിച്ചു, നിങ്ങളെ ഏറ്റവും കൂടുതൽ ട്രബിൾ ചെയ്തത് ആരാണ്? ഹു ട്രബിൾഡ് യു മോസ്റ്റ്? അതിന് അദ്ദേഹം പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഐ ഹാവ് ഹാഡ് മോർ ട്രബിൾ വിത്ത് D.L. മൂഡി ദാൻ എനി മാൻ എലൈവ്. ജീവിച്ചിരിക്കുന്നതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയത് അത് ഞാൻ തന്നെയാണ്. ഇത് നമ്മളെ കുറിച്ച് വളരെ കറക്റ്റ് അല്ലേ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓവർകം ചെയ്യേണ്ട ഒന്നാമത്തെ പ്രശ്നം നമ്മൾ തന്നെയല്ലേ? നമ്മുടെ ഡിസിപ്ലിൻ ഇല്ലാത്ത ഒരു ലൈഫ് സ്റ്റൈൽ അല്ലേ നാളത്തെ ഒരു അനുഗ്രഹിക്കപ്പെട്ട നേതാവായി മാറുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ അതിന് തടസ്സമായി നമ്മുടെ ജീവിതത്തിലുള്ളത് നമ്മൾ തന്നെയാണ്. ഫ്രെഡറിക് ദ ഗ്രേറ്റ് ഓഫ് പ്രഷ്യ, അദ്ദേഹം പ്രഷ്യയുടെ രാജാവായിരുന്നു. അദ്ദേഹം ഒരിക്കൽ പട്ടണത്തിലൂടെ നടക്കാനിറങ്ങിയപ്പോൾ എതിരെ ഒരാൾ വന്നു. അപ്പോ അയാളോട് ഫ്രെഡറിക് രാജാവ് ചോദിച്ചു, ഹു ആർ യു? അപ്പൊ അയാൾ പറഞ്ഞു, ദ കിങ്. അപ്പൊ ഫ്രെഡറിക് ദ ഗ്രേറ്റിന്, കിങ്ങോ? നീയോ? എവിടത്തെ കിങ്ങാന്ന് ചോദിച്ചു. അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി ഇതാണ്, ദ കിങ് ഓഫ് മൈ കിങ്ഡം, കിങ് ഓഫ് മൈ ലൈഫ്. എന്റെ ജീവിതത്തിന്റെ തന്നെ രാജാവാണ്. നീ എന്തിനാ നടക്കുന്നതെന്ന് ചോദിച്ചു. ഐ വാണ്ട് ടു ഓവർകം മൈ ലൈഫ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തന്നെയാണ് ആദ്യം
നമ്മളെ തന്നെയാണ് ജയിക്കേണ്ടത്. ദ പ്രോസസ് ഫോർ ഡെവലപ്പിംഗ് പേഴ്സണൽ ഡിസിപ്ലിൻ. പെട്ടെന്ന് ഞാൻ അവസാനിപ്പിക്കാം. എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു സ്പിരിച്വൽ ഡിസിപ്ലിൻ വളർത്താൻ കഴിയും? ഒന്ന്, സ്റ്റാർട്ട് വിത്ത് യുവർ സെൽഫ്. നമ്മളിൽ തന്നെയാണ് സ്പിരിച്വൽ ഡിസിപ്ലിൻ ആരംഭിക്കേണ്ടത്. നമുക്കൊരിക്കലും സാഹചര്യങ്ങളെ കുറ്റം പറഞ്ഞുകൊണ്ട് പേഴ്സണൽ ഡിസിപ്ലിൻ വളർത്തിയെടുക്കാനായിട്ട് സാധ്യമല്ല. അതുകൊണ്ടാണ് ഒരാൾ ഇങ്ങനെ പറഞ്ഞത്, when we are foolish we want to conquer the world, when we are wise we want to conquer ourselves. നമുക്ക് ബുദ്ധി ഇല്ലാതിരിക്കുമ്പോൾ നമ്മൾ ലോകം മുഴുവൻ പിടിച്ചടക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ നമുക്ക് ജ്ഞാനം ഉണ്ടായാൽ നാം നമ്മെ തന്നെ കീഴടക്കുവാനായിട്ടായിത്തീരും. സോ സ്റ്റാർട്ട് വിത്ത് യുവർ സെൽഫ്. രണ്ട്, സ്റ്റാർട്ട് ഇയർലി. എത്ര നേരത്തെ തുടങ്ങാവോ അത്ര നേരത്തെ തുടങ്ങുക. അടുത്ത ജനുവരി 1-ാം തീയതി മുതൽ ഞാൻ എല്ലാം ശരിയാക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തി, അവൻ ഒരിക്കലും സെൽഫ് ഡിസിപ്ലിനിൽ മുന്നോട്ട് പോകാനില്ല. ഇന്ന് ചിലപ്പോ പറയില്ല അടുത്ത തിങ്കളാഴ്ച മുതൽ, അടുത്ത 1-ാം തീയതി മുതൽ. നോ, ഇന്ന് മുതൽ സ്റ്റാർട്ട് ഇയർലി. ഒരു ദൈവദാസൻ ഹാർഡ് വർക്കിനെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: ഹാർഡ് വർക്ക് ഈസ് ദ അക്യുമുലേഷൻ ഓഫ് ഈസി തിങ്സ് യു ഡിഡ്ന്റ് ഡു വെൻ യു ഷുഡ് ഹാവ്. നിങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചില കാര്യം ചെയ്യാതിരുന്നിട്ട് അത് കൂട്ടി വെച്ചത് കൊണ്ടാണ് ഇപ്പൊ അത് ഹാർഡ് വർക്കായിട്ട് മാറിയത്. ശരിയല്ലേ? ശരിയല്ലേ? ഇപ്പൊ നമ്മൾ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരുന്നതിന്റെ കാരണം ചെയ്യേണ്ട സമയത്ത് ചില കാര്യങ്ങൾ ചെയ്യാതെ പോയത് കൊണ്ടാണ്. മൂന്നാമത്, സ്റ്റാർട്ട് സ്മോൾ. നാളെ മുതൽ എല്ലാ ദിവസവും ഞാൻ 50 പുഷപ്പ് എടുക്കും എന്ന് തീരുമാനിച്ചാൽ എന്തായിരിക്കും സാധ്യത? ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലെ? ഒരിക്കലും ആ ഒരു ഡിസിപ്ലിൻ മുന്നോട്ട് പോകാൻ സാധ്യതയില്ല. സ്റ്റാർട്ട് വിത്ത് എ 5. നാളെ ഞാൻ 5, അടുത്ത ഒരാഴ്ച ഞാൻ 5 പുഷപ്പ് എല്ലാ ദിവസവും എടുക്കും. പിന്നത്തെ ആഴ്ച ആകുമ്പോഴേക്കും ഞാനത് 10 ആക്കും. അങ്ങനെ ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു ഇൻക്രിമെന്റ് ആണ് നമ്മുടെ പേഴ്സണൽ ഡിസിപ്ലിൻസിൽ വേണ്ടത്. ചില സ്പിരിച്വൽ ഡിസിപ്ലിൻ പ്രാക്ടീസ് ചെയ്യാൻ എന്റെ ക്ലാസ് എടുക്കാൻ തുടങ്ങിയപ്പോ ചില ആളുകളൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചു. ഞാൻ ക്ലാസ് എടുത്തപ്പോ പറഞ്ഞു, 3 ദിവസം തുടർച്ചയായി ബൈബിൾ വായിച്ചാൽ, ഭക്ഷണം കഴിക്കാൻ സമയമെടുക്കാതെ, ഉറങ്ങാൻ സമയമെടുക്കാതെ ബൈബിൾ വായിച്ചാൽ 73 മണിക്കൂർ കൊണ്ട് ബൈബിൾ മൊത്തം വായിക്കും. അപ്പോ ചിലര് പറഞ്ഞു, എന്നാ പിന്നെ ബൈബിൾ ഒന്ന് വായിച്ചിട്ട് തന്നെ കാര്യം. ഒരാഴ്ച പോലും ബൈബിൾ വായിച്ചില്ല. ഞാനിപ്പോൾ 17ാമത്തെ പ്രാവശ്യമാണ് ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ വായിക്കുന്നതിന്റെ കാരണം, ആദ്യമൊക്കെ ഞാൻ ഒരു ചാപ്റ്റർ ആയിരുന്നു രാവിലെ വായിക്കും, വൈകിട്ട് ഒരു ചാപ്റ്റർ. ഇപ്പൊ ഞാൻ ഒരു ദിവസം വായിക്കുന്നത് 4 ചാപ്റ്റർ പെർ ഡേ ആണ് മിനിമം. ചിലപ്പോൾ അതിൽ കൂടുതൽ പോകാറുണ്ട്. ഇന്നു മുതൽ ഞാൻ ഒരിടയ്ക്ക് 6 മാസം കൊണ്ട് ബൈബിൾ മുഴുവൻ വായിച്ചു തീർക്കാൻ ഒരു പ്ലാൻ തയ്യാറാക്കി. അപ്പൊ ഒരു ദിവസം 16 ചാപ്റ്റർ ഒക്കെ വായിക്കുന്ന 3 മാസം കൊണ്ട് ബൈബിൾ വായിക്കാൻ തീരുമാനം. 16 ചാപ്റ്റർ ഒരു ദിവസം വായിക്കണമെന്ന് പ്ലാൻ ചെയ്തു. ഒരാഴ്ച പോലും എനിക്ക് വായിക്കാൻ കഴിഞ്ഞില്ല. കാരണം വി ഹാവ് ടു സ്റ്റാർട്ട് വിത്ത് സ്മോൾ. അടുത്തതായി, സ്റ്റാർട്ട് നൗ. ഇപ്പോൾ നമ്മൾ അതിനു വേണ്ടിയുള്ള പരിശ്രമം തുടങ്ങണം. ദ ഓൾട്ടർനേറ്റീവ് ടു ഡിസിപ്ലിൻ ഈസ് ഡിസാസ്റ്റർ. നമ്മൾ ഒരു ലീഡർ ആകാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ നമ്മൾക്ക് ഒരേ ഒരു പോംവഴിയേ ഉള്ളൂ: ഡിസിപ്ലിൻ അവർസെൽവ്സ്. വാൻസ് ഹാവ്നർ എന്ന ദൈവദാസൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ്. സോ നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ഒരു നല്ല നേതാവാകാനാണ്. ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നേതാവാകാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതം ഒരു തകർച്ചയിലേക്ക് പോകുവാൻ സാധ്യതയുണ്ട്. ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ 3 ദിവസത്തെ ഈ പ്രോഗ്രാമിലൂടെ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഞാൻ ഉറപ്പായി വിശ്വസിക്കുന്നു. നമ്മെ ദൈവം പണിയാൻ ആഗ്രഹിക്കുന്നു. ഒരു അനുഗ്രഹിക്കപ്പെട്ട നേതൃത്വത്തിലേക്ക് കൊണ്ടുപോകുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ആ ഒരു നേതൃത്വത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം നിങ്ങളെ ക്ഷണിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവം ഇല്ല എങ്കിൽ, ഒരു നല്ല പാഠവും വളർത്തിയെടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ, ഇന്ന് അതിനുള്ളൊരു അവസരമായി, ഒരു തുടക്കമായി തീരട്ടെ. ഈ 3 ദിവസത്തെ പ്രോഗ്രാമിൽ സംബന്ധിച്ച എല്ലാവരോടും ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.